സ്നേഹബഹുമാനമുള്ള KCBC മീഡിയ കമ്മീഷൻ്റെ സെക്രട്ടറി സെബാസ്റ്റ്യൻ മിൽട്ടൺ അച്ച, ഇന്നത്തെ ഈ സംവാദത്തിൽ വാഗ്മയം പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികളായ അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ, പ്രിയങ്കരനായ ഡോക്ടർ ശരത് BS, വളരെ പ്രൗഢമായ ഒരു സദസ്സാണ് ഇവിടെയുള്ളത്. എല്ലാവരും തന്നെ പ്രമുഖരായിട്ടുള്ള വളരെ എലഗൻ്റായിട്ടുള്ള ഒരു സദസ്സാണ്. എല്ലാ സദസ്യരെയും സ്നേഹപൂർവ്വം എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വളരെ വിനയപൂർവ്വം സംസാരിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവരെ രണ്ടുപേരെയും ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുകയാണ്. ശ്രീ ലിറ്റോ പാലത്തിങ്കൽ, അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകരിൽ ഒരാളാണ്. പ്രഭാഷകൻ എന്ന നിലയിൽ, സംഘാടകൻ എന്ന നിലയിൽ, നിയമസഹായം ആവശ്യമുള്ളവർക്കൊക്കെ എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒക്കെ, ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിലൊക്കെ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഒപ്പം തന്നെ ഭാരതമാതാ കോളേജിൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ഒരു മുഖ്യ സംഘാടകനും അതിൻ്റെ നേതാവും കൂടിയായിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി വളരെ കൃത്യമായി കുറിക്കുകൊള്ളുന്ന ഭാഷയിൽ ഏത് വിഷയത്തെ സംബന്ധിച്ചും സംസാരിക്കാൻ വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ടേ പാഠവുമുള്ളൊരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ. വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ നിങ്ങളുടെ ഇടയിലേക്ക് പരിചയപ്പെടുത്തുന്നു. യുവകവിയും അധ്യാപകനുമായ, മലയാളം അധ്യാപകനുമായ ഡോക്ടർ BS ശരത്ത് കളമശ്ശേരി സെൻറ്റ് പോൾസ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. കവി എന്ന നിലയിൽ അദ്ദേഹം ആനുകാലികങ്ങളിൽ എഴുതുന്ന കവിതകളിൽ വളരെ ഗൗരവമായ ചില നിരീക്ഷണങ്ങൾ നമുക്ക് ശ്രദ്ധേയമായി കാണാൻ കഴിയും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കവിതയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ വഴിയിലൂടെ സഞ്ചരിക്കുകയും മലയാള അധ്യാപകനായി കളമശ്ശേരി സെൻറ്റ് പോൾസ് കോളേജിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ശരത് BSനെയും സ്നേഹപൂർവ്വം നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഒരു മോഡറേറ്റർ എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യം മാത്രം ചെറിയ വാക്കുകളിൽ സൂചിപ്പിച്ച് അവരിലേക്ക് മൈക്ക് കൈമാറുന്നതാണ്. നമുക്കറിയാം, സമകാലിക കേരളീയ സാഹചര്യം വളരെ വിവാദപരമായി എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്ന ഒരു കേരളീയ സാഹചര്യം, ഇന്ത്യൻ സാഹചര്യം തന്നെ ആ നിലയിലാണ്. മുഖ്യമന്ത്രിയായ അദ്ദേഹം സ്ഥാനമേറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ വിവാദങ്ങളുടെ ഒരു പെരുമഴ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സമീപകാലത്ത് സ്ത്രീ സംബന്ധിയായിട്ടുള്ള, സ്ത്രീ വിരുദ്ധ പരാമർശം എന്ന പേരിലൊക്കെയുള്ള വലിയ വിവാദങ്ങൾ നമ്മളുടെ ഇടയിൽ നടക്കുകയാണ്. നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ വാപൂട്ടിയിരിക്കുക എന്നാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന നിലയിൽ രാഷ്ട്രീയ നമ്മളിനി സംസാരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ വിഷയത്തെയും ആ നിലയിൽ കാണേണ്ടതുണ്ട് എന്ന നിലയിലുള്ളൊരു ഒരു അത്രമാത്രം ജാഗ്രത നമുക്ക് വേണം എന്നൊക്കെ നിലയിലാണ് പുതിയ കാലത്തെ സംവാദങ്ങൾ വരുന്നത്. പക്ഷേ നമുക്കറിയാം, വർത്തമാനകാല കേരളീയ അന്തരീക്ഷത്തിൽ ഒരാളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഈ സമീപ ദിവസങ്ങളിൽ തന്നെ കണ്ടെത്താനായിട്ട് കഴിയും. ഒരാൾ കഴിവിൽ നമ്മളെക്കാൾ മുമ്പിലാണെങ്കിൽ, അറിവിൽ നമ്മളെക്കാൾ മുമ്പിലാണെങ്കിൽ, വായനയുള്ള ആളാണെങ്കിൽ അവരെയൊക്കെ ചെളിവാരി എറിയുക എന്നത് പൊതുവായി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രവണതയായി മാറിയിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. നമ്മുടെ ഒരു സമീപകാലത്തൊരു എഴുത്തുകാരി, ഞാൻ പേര് പറയുന്നില്ല, വായന ഉണ്ടായാൽ പോരാ, കുറച്ചുകൂടി വായനയെ കുറച്ചുകൂടി വെളുപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കും. വായനയെ കുറച്ചുകൂടി വെളുപ്പിക്കേണ്ടിയിരിക്കുന്നു, വായനയെ വെടുപ്പാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സംഭാഷണം. അപ്പം ചില വ്യക്തികളൊക്കെ പറയുമ്പോൾ അത് ന്യായീകരിക്കപ്പെടുന്നതാവുകയും മറ്റു ചില വ്യക്തികൾ പറയുമ്പോൾ അത് സ്ത്രീവിരുദ്ധമാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഇവരെ ക്ഷണിക്കുന്നതെങ്കിലും ഇത്തരം കാര്യങ്ങളെ നമുക്ക് കാണാതിരുന്നുകൂടാ. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയക്കാരൻ നൈതികതയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മളോട് ഉന്നയിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം എഴുതിയിട്ടുള്ള 32 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ ഈ ഓരോ അധ്യായങ്ങളിലും അദ്ദേഹം ചില ചോദ്യങ്ങൾ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാവണം, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എങ്ങനെയാവണം, പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഏത് നിലയിൽ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, ഗൗരവമായ ചോദ്യങ്ങൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുന്നുണ്ട്. സോളമൻ്റെ പ്രാർത്ഥനയിലൂടെ, വിവേകാനന്ദൻ്റെയും ഗാന്ധിജിയുടെയും നേതൃത്വത്തെ സംബന്ധിച്ചിട്ടുള്ള സങ്കല്പത്തിലൂടെ,
ഡൗട്ടിങ് തോമസിനെ അവതരിപ്പിക്കുന്നതിലൂടെയൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്ന ചില ദർശനങ്ങൾ നമ്മുടെ കാലത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ചില ദർശനങ്ങളാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പുസ്തകം ഗൗരവമായി വായിക്കപ്പെടേണ്ടതുണ്ട്. മിൽട്ടൺ അച്ഛൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോഴൊക്കെ നമുക്കൊരു ധ്യാനം കൂടുന്ന അനുഭവത്തിലേക്ക്, ഒരു ആത്മീയ അനുഭവത്തിലേക്ക് പോലും നമ്മെ നയിക്കാൻ പ്രേരണ തോന്നും വിധമുള്ള പ്രഭാഷണങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയ ജീവിതത്തോട്, കേരളത്തിൻ്റെ നൈതിക ജീവിതത്തോട്, കേരളത്തിൻ്റെ പൊതുജീവിതത്തോട്, കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തോടൊക്കെയുള്ള ചോദ്യങ്ങളാണ് ആത്മീയ ജീവിത ദർശനങ്ങളുടെ, ക്രിസ്തീയ ജീവിത ദർശനങ്ങളുടെ, ബൈബിളിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. ആ ചോദ്യങ്ങളുടെ ആഴത്തിലേക്ക് നമുക്ക് സംഭാഷണങ്ങളിലൂടെ കടക്കാം. അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കലിനെ അദ്ദേഹത്തിൻ്റെ വായനാ അനുഭവം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അച്ഛ, സ്നേഹമുള്ള തോമസ് സാർ, പ്രിയപ്പെട്ട സഹപാനലിസ്റ്റ്, സ്നേഹമുള്ള വിശിഷ്ടാതിഥികളെ, ഒരു പുസ്തകത്തിൻ്റെ വായന എന്നുള്ളതിനപ്പുറം ആ പുസ്തകത്തിൻ്റെ രചയിതാവ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാവുമ്പോൾ തീർച്ചയായിട്ടും പുസ്തകം മാത്രമായി നമുക്ക് ഈ വിഷയത്തെ കാണാൻ കഴിയില്ല. പുസ്തകം ഇറങ്ങുന്ന ഈ കാലയളവ് രചയിതാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടം തുറന്നു കിട്ടുന്ന ദിവസങ്ങളാണ്. കേരള രാഷ്ട്രീയത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ അത്ര പരിചിതമല്ലാത്ത ചില സ്വഭാവ പ്രത്യേകതകളുമായിട്ടാണ് ഒരു പുതിയ മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയിട്ടുള്ളത്. കേരളം ഉണ്ടാകുന്നതിന് മുമ്പും ഉണ്ടായ ശേഷവും കേരളത്തെ നയിച്ചിട്ടുള്ള വ്യക്തികളിൽ വളരെ വ്യത്യസ്തമായ സ്വഭാവ ജീവിത രീതികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലരെയും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യുക പോലും സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ. അദ്ദേഹം ഈ പുസ്തകം നമ്മളുടെ മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് POCയിൽ ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ വളരെ ഗൗരവമായ ഒരു സമീപനത്തിൻ്റെ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകം മുഴുവൻ ഏത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികളെയും സ്വാധീനിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് യേശുവും, രണ്ട് ബൈബിളും. യേശുവിനെയും ബൈബിളിനെയും ഒന്നായി കാണാം, രണ്ടായി കാണാം, പലതായി കാണാം. അതിൻ്റെ സാമൂഹ്യപരമായ കാഴ്ചപ്പാട്, അതിൻ്റെ മതപരമായ കാഴ്ചപ്പാട്, അതിൻ്റെ സാമ്പത്തികമായ കാഴ്ചപ്പാട്, ഓരോന്നും വ്യത്യാസമുണ്ട്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം, ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം അത് തികച്ചും വ്യത്യസ്തമായിട്ടേ നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ. യേശു ജീവിച്ച് വന്ന കാലയളവും സാമൂഹ്യ പശ്ചാത്തലവും, അതോടൊപ്പം തന്നെ ബൈബിൾ രൂപപ്പെട്ടു വന്ന ചരിത്രപരമായ സന്നിഗ്ധ ഘട്ടങ്ങളും, ഇതെല്ലാം ഒരുമിച്ചും വ്യത്യസ്തമായി നമുക്ക് വായിക്കാൻ പറ്റും. ആ സാഹചര്യത്തിലാണ് ഇന്ന് ഈ പുസ്തകം നമ്മൾ വായിക്കുക. വി ഡി സതീശൻ എന്നൊരു വ്യക്തി രൂപപ്പെട്ടു വന്നിട്ടുള്ളത് കേരളത്തിലാണ്. കേരള മണ്ണിൽ ജനിച്ച് വളർന്ന ഒരാൾക്ക് പോലും ക്രിസ്തീയ ദർശനങ്ങളെ മാറ്റി നിർത്തി ചിന്തിക്കാൻ കഴിയില്ല. അതെത്ര ക്രിസ്തീയ മതവിരുദ്ധനാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും ക്രിസ്തു മതം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാവും. യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ ബൈബിൾ പലവട്ടം വായിക്കുമ്പോൾ, പല കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ മനസ്സിലാക്കുന്നത് തന്നെ തികച്ചും വ്യത്യസ്തമായിട്ടാണ്. നമുക്കൊക്കെ സാധാരണ ലഭ്യമാകുന്ന 4 സുവിശേഷങ്ങൾ, ആ 4 സുവിശേഷങ്ങൾക്ക് അപ്പുറം ഉള്ള ബൈബിളുകളും മലയാളികളിൽ ഒട്ടേറെ പേര് വായിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ആളുകൾ ഉപയോഗിക്കുന്ന ബൈബിളുകൾ തന്നെ തികച്ചും വ്യത്യസ്തമാണ്. ഒരേ ബൈബിളല്ല കേരളത്തിലെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ക്രിസ്ത്യാനികളിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ബൈബിൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരുണ്ട്. ഭാഷ കൊണ്ടും അതിലുപയോഗിക്കുന്ന ശൈലി കൊണ്ടും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ കൊണ്ടും ഓരോ ബൈബിളും വ്യത്യസ്തമാണ്. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുതന്നെയാണ്. ശ്രീ വി ഡി സതീശൻ കേരള സമൂഹത്തോട് സംസാരിച്ചിട്ടുള്ള പ്രസംഗങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്.
അതുകൊണ്ട് തന്നെ കേരള സമൂഹത്തിൽ പ്രബലമെന്നോ ന്യൂനപക്ഷമെന്നോ വളരെ ഏറെ കുറവ് എണ്ണത്തിൽ കാണപ്പെടുന്ന വിഭാഗങ്ങളെന്നോ വ്യത്യാസമില്ലാതെ വിവിധ ക്രിസ്തീയ വിഭാഗങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന പ്രസംഗങ്ങളാണതെല്ലാം. അതുകൊണ്ട് തന്നെ കാഴ്ചപ്പാടുകളിൽ പ്രകടമായ വ്യത്യാസം ആ പ്രസംഗങ്ങളിൽ നമുക്ക് അനുഭവപ്പെടും. ഇപ്പോൾ POC കേന്ദ്രീകരിക്കുന്നത് കത്തോലിക്ക സഭയുടെ ഒരു ആസ്ഥാന സംവിധാനമായിട്ടാണ്. കത്തോലിക്ക സഭയുടെ അന്തരീക്ഷത്തിൽ ശ്രീ VD സതീശൻ പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ ഈ പുസ്തകത്തിൽ എണ്ണം കുറവാണ്. അതാണ് സത്യം. സാധാരണ ആളുകൾ അങ്ങനെയല്ല പ്രതീക്ഷിക്കുക. കാരണം കേരളത്തിലെ ക്രിസ്തീയ മത സംവിധാനത്തിൽ പ്രബലമായി ആളുകൾ കാണുക കത്തോലിക്ക സഭയുടെ രീതികളെയാണ്. പക്ഷേ ഈ പ്രസംഗങ്ങളുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയല്ല. അത് കത്തോലിക്ക സഭയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള മറ്റ് സഭകളിലുള്ള പ്രസംഗങ്ങളാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇത് വ്യത്യസ്തമായൊരു വായന അനുഭവം ആളുകൾക്ക് കൊടുക്കും. പൊതുവെ മാധ്യമങ്ങളുടെ ശ്രദ്ധയും ഭാഷയും കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട വായനകളുമായിട്ട് ചുരുങ്ങാറുണ്ട്. അത് നമ്മൾ വായനയുമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഒരല്പമെങ്കിലും വ്യത്യസ്തമായി ചിന്തിക്കുന്ന സഭാവിഭാഗങ്ങളുടെ നിലപാടുകളെ പോലും കേരളത്തിലെ സാഹിത്യ ഭാഷാ സംവിധാനങ്ങൾ അത്രയൊന്നും ഉൾക്കൊള്ളാറില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളായിട്ടുള്ളവർ, അതേസമയം വളരെ പുരാതനമായ ക്രിസ്തീയ ജീവിതം കേരളത്തിൽ നയിച്ചു വരുന്ന വിഭാഗങ്ങളുണ്ട്. അവരിൽ പലരുടെയും ഭാഷ, അവരിൽ പലരും ഉപയോഗിക്കുന്ന രീതികൾ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, അരുന്ധതി റോയിയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു വ്യത്യാസം ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അരുന്ധതി റോയിയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ കാണപ്പെടുന്ന ക്രിസ്തീയ ഭാഷ ഒരു സുറിയാനി ക്രിസ്ത്യാനി അന്തരീക്ഷമാണെങ്കിലും ചില ഭാഗങ്ങളിൽ ചില കഥാപാത്രങ്ങൾ ഉയർന്നു വരുന്ന നമ്മൾ കാണും. അത് ഒരു മധ്യ തിരുവിതാംകൂറിൻ്റേതായ പ്രത്യേകതകൾ അതിൽ കാണാം നമുക്ക്. അതിൽ നിന്ന് അതുപോലെ തന്നെ വ്യത്യസ്തമാണ്. ഉദാഹരണം, ഇതിലെ ചില പ്രസംഗങ്ങൾ പത്തനംതിട്ടയിലും കോട്ടയത്തും ഇരുന്ന് കേട്ടിട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കില്ല എറണാകുളത്തുള്ള ആളുകൾക്ക് മനസ്സിലാവുക. അപ്പോൾ ആ ഒരു പ്രത്യേകത ഈ പ്രസംഗങ്ങളുടെ രീതികളിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മോഡറേറ്റർ പറഞ്ഞതുപോലെ 32 പ്രസംഗങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. 32 പ്രസംഗങ്ങൾ. ഈ പ്രസംഗങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത, പ്രസംഗം ശബ്ദം കൊണ്ട് മനസ്സിലാക്കുന്ന ഒന്നാണ് പ്രസംഗം. പക്ഷേ ആ പ്രസംഗം എഴുതി വായിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. എഴുതി വായിക്കുമ്പോൾ അത് വേറൊരു തലത്തിലാണ് നമ്മളുടെ ചിന്തയിലേക്കും മനസ്സിലേക്കും കടക്കുക. അപ്പോൾ കേട്ട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ വാക്കുകൾ, ആ കേട്ട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ നമ്മളിലേക്ക് പകർന്നു കയറുക. വായിക്കുന്നത് പലവട്ടം നമ്മൾ വായിക്കാം. അതിലേറ്റവും വലിയ ഉദാഹരണം ബൈബിൾ തന്നെയാണല്ലോ. 2000 വർഷമായി വായിക്കപ്പെടുന്നൊരു പുസ്തകം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോ തരം അനുഭവം നമുക്ക് നൽകുന്നത് അത് ആ കാലികമായ വ്യത്യാസം കൊണ്ടും ആ കാലികമായ ചിന്താധാരയുടെ പ്രത്യേകതകളും കൊണ്ടുമാണ്. വായിക്കുന്ന ആളുടെ അനുഭവം, സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം ആ വായനയെ സ്വാധീനിക്കും. പക്ഷെ പ്രസംഗം അങ്ങനെയല്ല. പ്രസംഗം ആ സമയത്ത് മുമ്പിലിരിക്കുന്ന ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്ത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ആ ഒരു ശബ്ദം നമ്മളിൽ നിന്ന് പുറപ്പെടുക. ആ വാക്കുകൾ പിന്നീട് അക്ഷരങ്ങളായിട്ട് കറുപ്പും വെളുപ്പവുമായി നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ എഴുതപ്പെട്ട ശബ്ദങ്ങളായിട്ട് ഈ പുസ്തകത്തെ നമ്മൾ കാണേണ്ടി വരും. അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. വ്യക്തിപരമായി എനിക്കത് ഒരു അപകടമായിട്ട് എനിക്ക് പലപ്പോഴും ഇത് വായിച്ചു വന്നപ്പോൾ തോന്നി. കാരണം അത് പറഞ്ഞ സാഹചര്യങ്ങൾ ആ വർഷം വെച്ച് നോക്കുമ്പോൾ ഉള്ള മീനിങ് അല്ല ഇപ്പോൾ അതിന് ഉള്ളത്. അതിന് വ്യത്യാസമുണ്ട്. നിങ്ങൾ ഓരോ പ്രസംഗത്തിൻ്റെയും താഴെ ഫോർച്ചുനേറ്റ്ലി ഈ പബ്ലിഷേഴ്സ് അത് കൃത്യമായിട്ട് പറഞ്ഞ ദിവസവും വർഷവും പറയുന്നുണ്ട്. അത് ആ വർഷത്തിൻ്റെ പ്രത്യേകത വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത് എന്ന്.
ഇത് ഇനി ഒരു 20 വർഷം കഴിഞ്ഞ് ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും, അന്നത്തെ ആളുകൾക്ക് പലപ്പോഴും ഇതൊരു അത്ഭുതമായിരിക്കും. എന്താണത് അന്ന് അങ്ങനെ പറയാൻ കാര്യം? കാരണം അന്ന് തീർച്ചയായിട്ടും ഇന്ത്യ ഒരിക്കലും, കേരളം ഒരിക്കലും ഇന്നത്തെ പോലെ ആവില്ലല്ലോ. അത് മാറിയിട്ടുണ്ടാവും. 20, 40, 50 വർഷം കഴിയുമ്പോൾ ഇതുപോലെ ആവില്ല. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക? അതുപോലെ തന്നെ ശ്രീ വി ഡി സതീശൻ ഇതിൽ പ്രധാനമായും 2 തരത്തിലാണ് പോയിട്ടുള്ളത്. ഒന്ന്, ക്രിസ്തീയ മതാചാര്യന്മാരെ, പ്രത്യേകിച്ച് ദിവംഗതരായ ക്രിസ്തീയ മതാചാര്യന്മാരെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അനുസ്മരണങ്ങൾ. 2, ക്രിസ്തു ദർശനത്തിലുള്ള സാമൂഹ്യ കാഴ്ചപ്പാടുകൾ. ഇത് രണ്ട് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ ദിവംഗതരായ ക്രിസ്തീയ മതാചാര്യന്മാരെ കുറിച്ചുള്ള വായന, ആ ഓരോ വായനയിലും നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ അതിലുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനിയൊരു 20 വർഷം കഴിഞ്ഞ് ഈ പ്രസംഗം കേട്ടാൽ എന്തുണ്ടാകുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതിനു മുമ്പ് 50, 60, 75 വർഷം മുമ്പ് എന്താണ് ആ വ്യക്തി അങ്ങനെ പറയാനും എഴുതാനും ചിന്തിക്കാനും കാരണമെന്ന് ഈ പ്രസംഗങ്ങളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തികച്ചും വ്യത്യസ്തമായ ഒരു വായന അനുഭവം ഈ പുസ്തകം നമുക്ക് നൽകുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറയാനുള്ളത്. ഇനി ബാക്കി സഹ പാനലിസ്റ്റുകളുടെ സംസാരവും എല്ലാം കഴിഞ്ഞ് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും പുസ്തകത്തിൻ്റെ സമീപനത്തെ സംബന്ധിച്ചാണ് ലിറ്റോ സാറ് സംസാരിച്ചത്. ഒരു പൊതുപ്രവർത്തകൻ, പൊതുജന ശുശ്രൂഷകൻ ഒക്കെ എങ്ങനെ ആവണമെന്ന് യേശുവിൻ്റെ മാനിഫെസ്റ്റോ എന്ന അധ്യായത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അധികാരത്തെ സംബന്ധിച്ചിട്ടുള്ള ദർശനങ്ങളിലൊക്കെ പുസ്തകത്തിൻ്റെ വായനാനുഭവം ഒരു കവി എന്ന നിലയിലും ഒരു മലയാള അധ്യാപകൻ എന്ന നിലയിലും ഒക്കെ ഒരു വായനക്കാരൻ എന്ന നിലയിലും ഒക്കെ ഉണർത്തിയ ആലോചനകൾ, ചിന്തകൾ ഒന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? ശ്രീ ശരത്തിനെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കും. നമസ്കാരം. ബഹുമാനപ്പെട്ട മോഡറേറ്റർ തോമസ് സാർ, ബഹുമാനരായ വൈദികരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലിജോ സാർ, നമ്മളിവിടെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെ പുസ്തകത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ പേരിൽ നിന്നാണ് തുടങ്ങുന്നത്. ആദം നീ എവിടെയാകുന്നു എന്ന ചോദ്യം. ഈ ചോദ്യം തന്നെയാണ് ഈ പുസ്തകത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ വാക്ക് പുതിയ കാലത്തെ ഒരാൾ കൂടിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ChatGPT ചോദിച്ചു, ആദം നീ എവിടെയാകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ChatGPT ലോകത്തൊന്നും ഇല്ലാത്ത കുറേ മറുപടികൾ തന്നു. പുസ്തകം വായിക്കാത്ത ഒരാളായിരുന്നെങ്കിൽ അത് നമ്മളിവിടെ ചർച്ച ചെയ്തേനെ. ആദം നീ എവിടെയാകുന്നു എന്നുള്ളത് വി ഡി സതീശൻ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹം ദൈവം ആദ്യമായി മനുഷ്യനോട് ചോദിച്ച ചോദ്യം എന്ന രീതിയിലാണ്. മനുഷ്യനോട് സംസാരിച്ചു തുടങ്ങുന്ന ദൈവത്തെയാണ് ആദം നീ എവിടെയാകുന്നു എന്ന ഒരു തലക്കെട്ടോടുകൂടെ വി ഡി സതീശൻ അവതരിപ്പിക്കുന്നത്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കാലത്ത് സംഭാഷണങ്ങളുടെ, ഡയലോഗിൻ്റെ പ്രാധാന്യമാണ് വി ഡി സതീശൻ ഈ പ്രസംഗ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ലേഖനങ്ങൾക്കകത്തും ഈ പറഞ്ഞു 200 പേജുള്ള പുസ്തകം, അതിൽ 32 പ്രസംഗങ്ങൾ അതിനകത്ത് കോർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഓരോ ലേഖനങ്ങൾക്കകത്തും വളരെ ആഴത്തിലുള്ള ഒരു ഗവേഷണ മനോഭാവം അദ്ദേഹം പുലർത്തിയിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ കാണുമ്പോൾ ഒരു വേദിയിലും അദ്ദേഹം ഒരുങ്ങാതെ പോയിട്ടില്ല. എല്ലാ വേദിയിലും അദ്ദേഹം ചെല്ലുന്നത് ആ സദസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ആരായിരിക്കും അവിടെ എത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓരോ വേദിയിലേക്കും എത്തി അവിടെ ദൈവവചനം പ്രസംഗിക്കുന്നതും ദൈവവചനത്തെ സമകാലികമായ സാഹചര്യങ്ങളോട് ബന്ധിപ്പിച്ച് സംസാരിക്കുന്നതും. 32 ലേഖനങ്ങളിൽ 20-ലധികം ലേഖനങ്ങളിൽ അദ്ദേഹം ഇന്ത്യയുടെ സമകാലികമായ സാഹചര്യത്തിൽ ക്രിസ്ത്യാനികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ പല ഭാഗത്തും നേരിടുന്ന പീഡനങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അത് ഗ്രഹാം സ്റ്റെയിൻ ആണെങ്കിലും ഫാദർ സ്റ്റാൻ സ്വാമി ആണെങ്കിലും എല്ലാം നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രസംഗങ്ങളിൽ പറയുന്നു. ഈ ആവർത്തിച്ച് പ്രസംഗങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തുള്ള അധികാരവർഗത്തിൻ്റെ, വർഗീയ ശക്തികളുടെ വിചാരങ്ങൾ എന്താണ്, അവരെന്താണ് ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇന്ത്യയെ എങ്ങനെയാക്കി തീർക്കുന്നു എന്നുള്ള ഒരു വിചാരത്തെ, തൻ്റെ രാഷ്ട്രീയത്തെ കൃത്യമായി അവതരിപ്പിക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഈ എഴുത്തുകാരൻ അല്ലെങ്കിൽ പ്രാസംഗികൻ ശ്രമിക്കുന്നുണ്ട്.
അങ്ങയുടെ രാജ്യം വരണമേ എന്ന ഒരു ലേഖനത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അങ്ങയുടെ രാജ്യം വരണമേ എന്ന ലേഖനം തുടങ്ങുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ദൈവരാജ്യം നമ്മുടെ ഇടയിൽ എത്തേണ്ടത് എന്ന് റഷ്യൻ അനുഭവകഥ പറഞ്ഞുകൊണ്ട്, റഷ്യയിലൊരു അനുഭവകഥ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ഒരു വീട്ടിൽ അമ്മയും മകളും ഒരു ഭൂകമ്പത്തിൽ അപകടത്തിൽപ്പെടുമ്പോൾ അമ്മ തൻ്റെ കുഞ്ഞ് നിർജ്ജലീകരണം വഴി മരണപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കി ശരീരം മുറിച്ച് ആ രക്തം കൊടുത്ത് കുഞ്ഞിനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് മരണപ്പെട്ടു പോകുന്നൊരു അമ്മയുടെ കഥയാണ് ഈ പറയുന്ന ഉദാഹരണമായി അദ്ദേഹം പറയുന്നത്. ഈ കഥ നമ്മൾ ബൈബിൾ സാഹചര്യങ്ങളോട് ചേർത്ത് പലപ്പോഴും പറയാറുണ്ട്. തള്ളപ്പക്ഷി കുഞ്ഞുങ്ങൾക്ക് സ്വന്തം മാറിൽ നിന്ന് രക്തം കൊടുത്ത് കുഞ്ഞുങ്ങളെ ജീവിപ്പിച്ചെടുക്കുന്ന, അവയിൽ നിന്ന് മരണത്തെ അകറ്റുന്ന ഒരു അനുഭവം പലപ്പോഴും പലയിടങ്ങളിലും ചിത്രമായും കഥയായും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോ വേദിക്കും ഓരോ സദസ്സിനും അനുയോജ്യമായ രീതിയിൽ അവരെ ആ പ്രസംഗ നേരത്തേക്ക് വളരെ സൂക്ഷ്മതയോടെ അടുപ്പിക്കാൻ ഈ പറയുന്ന വി ഡി സതീശൻ എന്ന വ്യക്തിക്ക് അസാമാന്യമായ കഴിവാണ് ഈ പുസ്തകത്തിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ പറയുന്ന പ്രസംഗങ്ങൾ പലതും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഈ പല പ്രസംഗങ്ങളും ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞതുപോലെ അത് പുസ്തക രൂപത്തിലേക്ക് അക്ഷരങ്ങളിലേക്ക് വരുമ്പോൾ അത് പോളിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അത് വല്ലാത്ത രീതിയിൽ അത് സ്വാഭാവികമായിട്ടും ആരുടെയെങ്കിലും അതിൻ്റെ ഒരു എഴുത്തിന് സഹായിച്ചിട്ടുണ്ടാകണം. സ്വാഭാവികമായിട്ടും അത്തരം പോളിഷിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന ലേഖനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഓരോ ലേഖനങ്ങൾക്കകത്തും പ്രാർത്ഥനയെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, അതുപോലെ ദൈവസ്നേഹത്തെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ചൊക്കെ വളരെ ദീർഘമായിട്ടാണ് സംസാരിക്കുന്നത്. ഒപ്പം നമ്മുടെ രാജ്യത്ത് 2.37% മാത്രമുള്ള ക്രിസ്ത്യാനികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പല ലേഖനങ്ങൾക്കകത്തെയും അദ്ദേഹം പറയുമ്പോൾ 1950കളിൽ ഉണ്ടാകുന്ന സെൻസസിൽ നമ്മുടെ രാജ്യത്തുള്ള ക്രിസ്ത്യാനികളെക്കാൾ 1% ക്രിസ്ത്യാനികൾ കൂടുന്നില്ല രാജ്യത്ത് എന്ന ഒരു വിവരം, അത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റിസർച്ചിലൂടെ കണ്ടുപിടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ റിസർച്ചിലൂടെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ വ്യഗ്രതപ്പെടുന്നുണ്ടോ? ഒരു ക്രിസ്ത്യാനികൾ മാത്രമുള്ള സദസ്സാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാലും അങ്ങനെ ഒരു വ്യഗ്രത ഒരു ക്രിസ്ത്യാനിക്കുണ്ടോ എന്നൊരു കാര്യം ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും. കാരണം അദ്ദേഹം ഇന്ത്യയിൽ ഓരോ വർഷവും നടക്കുന്ന മതപീഡനങ്ങളെക്കുറിച്ച്, മതപരിവർത്തന നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ പല ആൾക്കാരെയും ജയിലടക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഫാദർ സ്റ്റാൻ സ്വാമിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വിശദമായിട്ട് അറിയാം. അദ്ദേഹം ദീർഘനാൾ ജാർഖണ്ഡിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ച ആളാണ്. പാർക്കിൻസൺസ് രോഗം ബാധിച്ചിരുന്ന ആളാണ്. അദ്ദേഹം നേരിട്ട ജയിലിനകത്തും പുറത്തുമൊക്കെ അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങൾ, ഇത്ര തീവ്രതയോടെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ചിലപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്താൻ കാരണമായിട്ടുണ്ടാകാം. ഉറപ്പായിട്ടും ഈ പുസ്തകത്തിൻ്റെ വായനയ്ക്കും ആ ഒരു സ്റ്റേറ്റസ് കാരണമായിട്ടുണ്ടാകാം. എങ്കിലും ഇദ്ദേഹം ഈ ഒരു പ്രസംഗം ചെയ്യുന്നത് 100% ആത്മാർത്ഥത്തോടുകൂടി തന്നെയാണ് എന്നാണ് ഒരു വായനയിൽ എനിക്ക് മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഓരോ ലേഖനങ്ങൾക്കകത്തും അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞ് കടന്നു പോകാനല്ല. ഇപ്പോൾ സാറ് പറഞ്ഞിരുന്നു, മതാചാര്യന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മാർത്തോമ സഭയ്ക്കും ഓർത്തഡോക്സ് സഭയ്ക്കുമൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ സഭകൾ നമ്മുടെ സമൂഹത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് വലിയ കാര്യമായി പറയുന്നുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയ്ക്ക് അത്ര വലിയ പ്രാധാന്യത്തോടെയുള്ളൊരു ലേഖനം ഇതിനകത്ത് കണ്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും POC മുൻകൈ എടുത്ത് VD സതീശന് ഒരു വേദി കൊടുക്കണം. അപ്പോൾ അടുത്ത പ്രസംഗം തീർച്ചയായിട്ടും മറ്റൊരു പുസ്തകത്തിന് കാരണമായേക്കും. അപ്പോൾ ആ പുസ്തകത്തിലൂടെ കുറച്ചുകൂടി കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം ചിലപ്പോൾ പറയും. അത് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാകും. അപ്പോൾ കൃത്യമായി ബൈബിൾ പരിജ്ഞാനത്തോടെ വളരെ മനോഹരമായ ഒരു ബൈബിൾ പണ്ഡിതൻ്റെ ഒരു നറേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ളൊരു മിടുക്ക് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഓരോ ഭാഗത്തും ബൈബിളിലെ പല ഭാഗങ്ങളും പറയുമ്പോൾ അത് POC ബൈബിൾ അല്ല, അത് മറ്റ് വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളാണ്. പക്ഷേ അതിൻ്റെ ഭാഷ വളരെ മനോഹരമാണ്. ഇപ്പോൾ മലയാള അധ്യാപകൻ എന്ന രീതിയിൽ അതിൻ്റെ ഭാഷ വായിക്കുമ്പോഴും അത് കേൾവിക്കാരെന്ന രീതിയിലും വളരെ സുന്ദരമായ ഭാഷയാണ്. അതൊരു പഴയ മലയാളമാണ്. പഴയ മലയാളം നമ്മളിങ്ങനെ നവീകരിച്ച് വളരെ സ്റ്റാൻഡേർഡാക്കി മാറ്റുമ്പോഴേക്കും അതിൻ്റെ ഒരു തന്മ, ഒരു സ്വാഭാവികത ചിലപ്പോൾ മങ്ങിപ്പോകുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയം തോന്നി. വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. അദ്ദേഹം യുവജനങ്ങളോട് സംസാരിക്കുമ്പോൾ ലഹരിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രാർത്ഥന
പ്രാർത്ഥിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, സമകാലികമായ സാഹിത്യ പരിസരത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു സാഹിത്യ മേഖല പ്രചോദനാത്മക സാഹിത്യമാണ്. ഈ മോട്ടിവേഷണൽ ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്ന പ്രചോദനാത്മക സാഹിത്യം വലിയ രീതിയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ആ സിലബസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു പുസ്തകമാണ് ആദം നീ എവിടെയാകുന്നു എന്നുള്ളത്. കാരണം വളരെ പ്രചോദനാത്മകമായ ഒരു എഴുത്ത് ശൈലി, ഒരു പ്രസംഗ ശൈലി അദ്ദേഹം തൻ്റെ എഴുത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വായനക്കാരിലേക്ക് വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാവുന്ന, നമുക്ക് വളരെ വായിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു പുസ്തകമാണ് ആദം നീ എവിടെയാകുന്നു എന്നുള്ളത്. അത് വളരെ ലളിതമായ ഭാഷയിൽ വളരെ ലളിതമായി ജനങ്ങളിലേക്ക് ആശയങ്ങളെ, ക്രിസ്തു വചനത്തെ, സുവിശേഷത്തെ എത്ര സുവിശേഷങ്ങളെയാണ്, സങ്കീർത്തനത്തെയൊക്കെ എത്ര മനോഹരമായിട്ടാണ്, സങ്കീർത്തനം 121 അദ്ദേഹം വളരെ വിശദമായിട്ട് ഇതിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ബൈബിളിനെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന, തീർച്ചയായിട്ടും ബൈബിൾ പഠിക്കുന്നതിന് മുൻപ് വി.ഡി. സതീശൻ്റെ പുസ്തകം വായിച്ചാൽ വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. ശരത്ത് ഒരു പിന്നെ പുസ്തകത്തിൻ്റെ അകത്തേക്ക് കുറച്ചുകൂടി പ്രവേശിച്ചു. എനിക്ക് തോന്നുന്നു ലിറ്റോ സാറും ആമുഖത്തിന് ശേഷം അതിലേക്ക് പ്രവേശിക്കാനാണ് ഇരിക്കുന്നത്. യേശുവിൻ്റെ മാനിഫെസ്റ്റോ എന്ന അധ്യായത്തെ സംബന്ധിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അവിടെ അധികാരത്തെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് തോന്നുന്നു വി.ഡി. സതീശൻ്റെ ലേഖനങ്ങളിൽ, പ്രഭാഷണങ്ങളിലൊക്കെ അധികാരം എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമായി, അധികാരത്തെ സംബന്ധിക്കുന്ന ചില സങ്കല്പനങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പുസ്തകത്തിൻ്റെ വായനയിൽ സാറിന് തോന്നിയ കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാം. പ്രിയ പനക്കളം സാർ പറഞ്ഞ ഒരു വിഷയം, അതായത് യേശുവിൻ്റെ ഒരു ജീവിത ദർശനത്തെക്കുറിച്ച് കത്തോലിക്ക സഭകളോ മറ്റ് ക്രിസ്തീയ സഭകളോ മുന്നോട്ട് വയ്ക്കുന്ന അതേ നിലപാടുകളല്ല ക്രിസ്ത്യാനികളല്ലാത്ത ചില ക്രിസ്ത്യാനികളായ വ്യക്തികളടക്കം അവർ പുലർത്തുന്നത്. യേശുവിനെ ദൈവികമായ ഒരു കാഴ്ചപ്പാടിനപ്പുറം ഒരു സോഷ്യൽ റിഫോർമർ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ സജീവമായി കാണാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം ഇന്ന് ലോകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ നിലപാടുകൾ വളരെ വ്യത്യസ്തമായി മനസ്സിലാക്കുന്ന യുവതലമുറയും ഇന്ന് ലോകം മുഴുവനുമുണ്ട്. വി.ഡി. സതീശൻ അതിലൊരാളായിട്ട് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നി. കാരണം അധികാരത്തെക്കുറിച്ച്, സേവനത്തെക്കുറിച്ച്, മനുഷ്യർ നന്മ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇതിൽ ശ്രീ വി.ഡി. സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് അതിന് ദൈവീകമായ മതപരമായ നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. കാരണം മനുഷ്യനെ സഹായിക്കുമ്പോഴും മനുഷ്യർ പ്രകൃതിയെ മനസ്സിലാക്കുമ്പോഴും അവൻ നിൽക്കേണ്ട ഒരു നിലപാട് തറയുണ്ട്. ആ ഫ്ലോറ് പലപ്പോഴും ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടാണ് മതങ്ങൾ സംസാരിക്കുക. അതിൻ്റേതായ അപകടങ്ങളുമുണ്ട്. മനുഷ്യരുടെ ഉത്തരവാദിത്തം എന്താണ്? മനുഷ്യർക്ക് മനുഷ്യരോടുള്ള ഉത്തരവാദിത്തം എന്താണ്? മനുഷ്യർക്ക് പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തം എന്താണ്? ആ രണ്ട് ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് ഒരിക്കലും നിലപാടുകൾ എടുക്കാൻ നമുക്ക് കഴിയില്ല. ഈ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ഞാൻ 2 പ്രാവശ്യം വായിച്ചു. അതിന് കാരണമുണ്ട്. കാരണം പൊതുവേ നമുക്ക് ലഭ്യമാകുന്ന ചരിത്ര വായനകളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കത്തോലിക്ക സഭയുടെയും മറ്റ് ക്രിസ്തീയ സഭകളുടെയും നിലപാടുകളെക്കുറിച്ച് സംശയാസ്പദമായ പല സൂചനകളും നമുക്ക് കിട്ടാറുണ്ട്. എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് ഒരു വ്യക്തതയില്ലാത്ത നിലപാടുകൾ ചില സമയങ്ങളിൽ എടുത്തു എന്നൊരു ചോദ്യം ഏതൊരു ചരിത്ര വായനക്കാരൻ്റെ മനസ്സിലും ഉണ്ടാവും. വ്യത്യസ്ത മേഖലകളിലൂടെ വായിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ മുമ്പിലിരിക്കുന്ന സദസ്സ് അങ്ങനെ വായിക്കുന്നവരാണെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. വളരെ സങ്കുചിതമായ കാഴ്ചപ്പാടിലൂടെ എല്ലാത്തിനും കൈയടിക്കുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ വ്യത്യസ്തമായി വായിക്കുന്നവർക്ക് സ്വാഭാവികമായും ചില സംശയങ്ങൾ കത്തോലിക്ക സഭയുടെയും ക്രിസ്തീയ സഭകളുടെയും നിലപാടുകൾ, ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച്, തിരുവിതാംകൂർ രാജ കുടുംബം എടുത്തിരുന്ന നിലപാടുകളെക്കുറിച്ച് നമുക്കുണ്ടാവും.
എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും വ്യക്തതയുള്ള ഒരു സമൂഹത്തിന് ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം ആ സമയത്തുണ്ടായി? അതിനുള്ളൊരു ഉത്തരം ഈ പുസ്തകത്തിൽ ഒരു ചാപ്റ്ററിലുണ്ട്. അതിൽ എബ്രഹാം മാർത്തോമയെക്കുറിച്ച് പറയുന്ന പേജ് 24 മുതൽ 38 വരെ, ഈ പുസ്തകം കയ്യിലുള്ളവർക്ക് അത് ഒരു വട്ടം കൂടി വായിച്ചാൽ അത് മനസ്സിലാവും. 24 മുതൽ 38 വരെയുള്ള ആ ഒരു ഒറ്റ ചാപ്റ്റർ 2 വട്ടം നമ്മൾ വായിക്കും. കാരണം അതിൽ വളരെ വ്യത്യസ്തമായ ചില ചരിത്ര സത്യങ്ങൾ പുറത്ത് പറയുന്നുണ്ട്. CP-യുമായി എങ്ങനെയാണ് എബ്രഹാം മാർത്തോമ ഏറ്റുമുട്ടുന്നത്? എന്തുകൊണ്ടാണ് നിവർത്തന പ്രക്ഷോഭം, നിവർത്തന പ്രസ്ഥാനം 1932 ഉണ്ടാകുന്നതും അതെങ്ങനെയാണ് വളർന്നതും? എങ്ങനെയാണ് മലയാള മനോരമ CP-യുമായി ഏറ്റുമുട്ടാനുണ്ടായ സാഹചര്യം? അതിലെന്താണ് മാർത്തോമ സഭ എടുത്ത നിലപാട്? എന്താണ് എബ്രഹാം മാർത്തോമ ആ വിഷയത്തിൽ ചെയ്ത പ്രവൃത്തികൾ? കേരളത്തിലെ രാഷ്ട്രീയത്തിലെ കത്തോലിക്ക സഭ എത്രമാത്രം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചരിത്രം വായിക്കുന്നവർക്കറിയാം. അത് ഏതാനും രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളായിട്ട് ചുരുക്കപ്പെട്ടതിൻ്റെ ദോഷമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളും ക്രിസ്തീയ സഭകളുടെ രാഷ്ട്രീയ പ്രവർത്തനവും തമ്മിൽ കൂട്ടിക്കെട്ടി നമ്മൾ എന്താണ് രാഷ്ട്രീയമായി എടുക്കേണ്ട നിലപാടുകളെന്നോ അതിൽ എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടതെന്നോ മറന്നുപോയ ഒരു സാഹചര്യം ആധുനിക കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് കേരള സമൂഹം രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിലെ ക്രിസ്തീയ ദർശനങ്ങൾ സ്വാധീനിച്ചത്? പ്രത്യേകിച്ച് കോട്ടയം, പത്തനംതിട്ട, ഇപ്പോൾ നമുക്ക് ഒരല്പം കൂടി അപ്പുറത്തേക്ക് കടന്നാൽ പുനലൂര്, റാന്നി, കുമ്പനാട്, ചില പ്രദേശങ്ങളിലൂടെ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ പോലും നമുക്ക് അനുഭവപ്പെടും എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴും. അന്നത്തെ മലബാർ പ്രദേശം, അന്നത്തെ തമിഴ്നാട് അതിരുമായി നമുക്കുള്ള ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ വന്നിറങ്ങിയ കാലഘട്ടങ്ങളിലുള്ള മനുഷ്യർക്ക് വന്നിട്ടുള്ള സാമൂഹ്യപരമായ മാറ്റങ്ങൾ, അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സാമൂഹ്യ ചിന്തകളിലുള്ള ക്രിസ്ത്യാനികളുടെ നിലപാടുകൾ, ക്രിസ്ത്യാനികൾ എങ്ങനെ ജീവിച്ചിരുന്നത്, എന്താണ് അവർ സമൂഹത്തിലെ മാതൃകയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു അധികാരത്തിൻ്റെ വിഷയമായിട്ട് ആരും ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. അധികാരത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഈ പുസ്തകം വായിക്കരുത്. വായിച്ചാൽ അത് മനസ്സിലാവില്ല. അത് വ്യക്തിപരമായ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഓരോ വ്യക്തിയും, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഓരോ വ്യക്തിയും എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ആ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ അവരെടുത്തിരിക്കുന്ന നിലപാടുകളും അന്നത്തെ ഭരണകൂടവും, അവിടെയാണ് ഞാൻ ഈ CP-യുടെ കഥയിലേക്ക് എത്തുക. എങ്ങനെയാണ് തിരുവിതാംകൂർ രാജകുടുംബം മനുഷ്യരെ കണ്ടിരുന്നത്, മനുഷ്യരെങ്ങനെയാണ് തിരുവിതാംകൂർ രാജകുടുംബത്തെ കണ്ടിരുന്നത്, എങ്ങനെയാണ് CP അധികാരം പിടിച്ചു പറ്റുന്നതും CP-യുടെ പ്രീതിക്ക് വേണ്ടി ആരൊക്കെ അന്ന് ചെയ്തിരുന്നു, ആരൊക്കെ എതിർത്തിരുന്നു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ തിരുവിതാംകൂർ എടുത്ത നിലപാട് എന്താണ്, CP എടുത്ത നിലപാട് എന്താണ്, ക്രിസ്ത്യാനികൾ എടുത്ത നിലപാട് എന്താണ്, കത്തോലിക്ക സഭ എടുത്ത നിലപാട് എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നലത്തെയൊക്കെ ചർച്ചകൾ പല വേദികളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ വേദികളിൽ പലപ്പോഴും ഉത്തരം പറയാൻ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്ന് ഈ പുസ്തകം വായിച്ചാൽ ബോധ്യപ്പെടും. എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. കാരണം 47 ചങ്കർപ്പോടുകൂടി പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തീയ സഭകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് VD സതീശൻ ഈ പുസ്തകത്തിൽ പല മേഖലകളിലും പരാമർശിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, VD സതീശൻ ആരോട് പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓരോ പ്രസംഗവും ആരോടാണ് പറഞ്ഞത്, എവിടെയാണ് പറഞ്ഞത്, ആ വേദി ഏതാണ്, പറയുമ്പോൾ വിഷമം വിചാരിക്കരുത്. കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പറയുന്ന പല പ്രസംഗങ്ങളും പള്ളിയുടെ കൂദാശയും മെത്രാൻ്റെ അഭിഷേകവുമാണ്. പക്ഷെ മറ്റ് പ്രസംഗങ്ങൾ അങ്ങനെയല്ല. മറ്റ് പ്രസംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും ദിവംഗതരായ വളരെയധികം ചരിത്രത്തിൻ്റെ പിൻബലമുള്ള വ്യക്തികളുടെ ഓർമ്മകളാണ്. ഇത് രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്.
അപ്പോൾ ചരിത്രപരമായി ക്രിസ്ത്യാനികൾ, കത്തോലിക്ക സഭയും ഓരോ സമയത്തും എടുത്ത നിലപാടുകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട് കിട്ടാൻ ഈ പുസ്തകം ഉപയോഗപ്പെടുന്നുണ്ട്. അതോടൊപ്പം ആധുനിക കാലത്തെക്കുറിച്ച് ശ്രീ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ധാരാളം അബദ്ധങ്ങൾ കയറി വന്നിട്ടുണ്ടെന്നും എനിക്ക് അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് ഡാറ്റ. ഈ അടുത്ത കാലത്ത്, അത് ഈ 2022 മുതൽ 2025 വരെയുള്ള പ്രസംഗങ്ങൾ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്തേക്ക് വരുന്തോറും ഈ ഡാറ്റയിലുള്ള അബദ്ധങ്ങൾ വളരെ വ്യക്തമാണ്. പഴയ കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനിങ്ങനൊരു റെക്കോർഡഡ് എൻവയോൺമെൻറ്റിൽ നിന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ. ഒരു സംഘടനയെ കോട്ട് ചെയ്ത് 3ഉം 4ഉം പ്രസംഗങ്ങളിൽ ഡാറ്റ പറയുന്നുണ്ട്. ശുദ്ധ അബദ്ധമാണത്. ആ സംഘടന തന്നെ തട്ടിപ്പാണ്. അതിന് സംഘടനയെക്കുറിച്ച് പഠിച്ചവർക്ക് അറിയാം. ആ സംഘടന തന്നെ ഫേക്കാണ്. ആ സംഘടനയുടെ കണക്കും ഫേക്കാണ്. ആ കണക്കിനെ ആസ്പദമാക്കി പ്രസംഗങ്ങളിൽ വീണ്ടും വീണ്ടും കോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് പ്രസംഗത്തിൻ്റെ അബദ്ധമാണത്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ വാക്ക്, പറയപ്പെട്ട വാക്ക് എഴുതപ്പെട്ട വാക്കാവുമ്പോഴുള്ള അപകടമാണ്. നമ്മൾ പറയപ്പെടുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പലതും പറഞ്ഞങ്ങ് പോവും. പക്ഷേ അത് എഴുതി പുസ്തകമാക്കി വെക്കുമ്പോൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ആ ഡാറ്റ ശരിയല്ല നമുക്ക് മനസ്സിലാവും. അത് അബദ്ധങ്ങളുണ്ട്. അത് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒരു പുസ്തകം എന്ന നിലയിൽ ഇത് എത്രമാത്രം കാലത്തിൻ്റെ ഒരു ചക്രം കഴിയുമ്പോൾ ക്രോസ് ചെക്ക് ഇടുമ്പോൾ അത് ചിലപ്പോൾ അത്ര ഭംഗിയായിട്ട് മാറില്ല. അത് അങ്ങനെ ഒരു റിസ്ക് ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടു. ഞാനിത് പറഞ്ഞത് പഴയ ചരിത്രവും പുതിയ ചരിത്രവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ അബദ്ധങ്ങൾ നമുക്ക് കാണാം. അതേസമയം പഴയ കാലത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരും മനു എസ് പിള്ളയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. മനു എസ് പിള്ളയുടെ പുസ്തകങ്ങളിലെ പ്രത്യേകത എന്താ? മനു എസ് പിള്ളയുടെ റിസർച്ച്, അദ്ദേഹം വളരെ ചെറുപ്പമാണ്. ഐ തിങ്ക് അല്ലേ 35 വയസ്സാ മറ്റോ ഇപ്പോൾ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. വളരെ യങ്ങാണ്. മനു എസ് പിള്ളയുടെ പുസ്തകങ്ങളുടെ പ്രത്യേകത ആ റിസർച്ചിൻ്റെ ഒതൻറ്റിസിറ്റിയാണ്. ആ ഒരു ഒതൻറ്റിസിറ്റി വളരെ ധൈര്യമായിട്ട് പറയാം. അതിങ്ങനെയാണ്, ഇല്ലെങ്കിൽ പോയി നോക്ക് എന്ന് നമുക്ക് പറയാം. ആ ഒരു വ്യക്തത ചില പ്രസംഗങ്ങളിൽ ഇല്ലാതെ പോയത് അത് ഭാവിയിൽ അത് ചില തലവേദനകളായിട്ട് മാറും. അതേസമയം ഒരിക്കലും പൊതു ശ്രദ്ധയിലേക്ക് വരാതെ പോയ കുറേ കാര്യങ്ങൾ, അത് രാഷ്ട്രീയത്തിനപ്പുറം, സാറ് പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഒരല്പം ഞാൻ മാറിയിട്ട് ക്രിസ്തീയ ഗാനങ്ങളെക്കുറിച്ച് ഉള്ള ചില ഭാഗങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ക്രിസ്തീയ ഗാനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മളുടെയൊക്കെ ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളൊരു മൂളിപ്പാട്ട് പാടുക. ആ മൂളിപ്പാട്ട് ഒരു ശവടുപ്പിൻ്റെ പാട്ടാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു തെറ്റുമില്ല. ഈ ശവടുപ്പിൻ്റെ പാട്ട് മൂളിപ്പാട്ടായിട്ട് പാടാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അതിന് അതിൻ്റേതായ ഒരു കാമ്പും സത്യവുമുണ്ട്. അതുപോലെ പഴയകാല ക്രിസ്തീയ ഗാനങ്ങളിൽ വളരെയധികം ഇപ്പോഴും ശ്രദ്ധ പതിയേണ്ട ചില ക്രിസ്തീയ ഗാനങ്ങൾ ഈ വി ഡി സതീശൻ്റെ പുസ്തകത്തിൽ വളരെയധികം, ഒരു ഗാനമൊന്നുമല്ല, ഒട്ടനേകം ഗാനങ്ങൾ ഞാനതൊരു നോട്ടാക്കി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അത് പഠിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ പലതും നമുക്കറിയാം ഒറിജിനൽ വേറെ യൂറോപ്യൻ ഭാഷകളിൽ നിന്ന് തർജ്ജമ ചെയ്യപ്പെട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴയകാല, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ പഴയകാല മലയാള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിസ്തീയ ഗാനങ്ങൾ അത് വളരെയധികം ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, വളരെ റെയറായിട്ടുള്ള ചില കോട്ട്സ്, റെഫറൻസ്. ഉദാഹരണം പറഞ്ഞാൽ 1952 ഞാൻ പേജ് നമ്പർ പറയാം, പേജ് 80, ഈ പുസ്തകത്തിലെ പേജ് 80, 1952 ജവഹർലാൽ നെഹ്റു ക്രിസ്തീയ സഭകളെക്കുറിച്ച് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ എഴുത്ത് വളരെ വിശദമായി ഒരു പ്രസംഗത്തിൽ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട് 1952. അതിപ്പോഴും പ്രസക്തമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ബിഷപ്പ് ആ എഴുത്തൊന്നെടുത്ത് വായിച്ചാൽ പലർക്കുമുള്ള ഉത്തരവാണത്. എന്തുകൊണ്ട് 1952 ജവഹർലാൽ നെഹ്റു അന്നത്തെ മുഖ്യമന്ത്രിമാർക്ക് അങ്ങനെ ഒരു എഴുത്ത് എഴുതേണ്ടി വന്നു? ആ എഴുത്തിൽ പറയുന്ന ഒരു കാര്യവും ഇപ്പം അപ്രസക്തമായിട്ടില്ല. അത് ശ്രീ വി ഡി സതീശൻ ഈ ഒരു പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. മറ്റൊന്ന്, സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ച്, സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് ക്രിസ്തീയ കാഴ്ചപ്പാട്. അതിൽ എന്താണ് ക്രിസ്തീയ സഭകളുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പങ്ക് എന്നുള്ളത് പേജ് 109 പറയുന്നുണ്ട്. അതിന് പറയാൻ കാരണം, നമ്മളുടെ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനിപ്പോഴും എനിക്ക് പലപ്പോഴും ചിരി വരാറുണ്ട്. ഈ ഭൂപരിഷ്കരണത്തിൻ്റെ അപ്പനാര് അമ്മയാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരുപാട് പേര് കൈവെക്കും. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
ഈ ഭൂപരിഷ്കരണത്തിൻ്റെ, കേരളത്തിലെ ഭൂപരിഷ്കരണത്തിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് കൈവക്കും. സത്യത്തിൽ കൈവക്കേണ്ട ആളുകൾ പലരും കൈ താഴ്ത്തി ഇരിക്കുകയാണെന്നുള്ളത് ഈ പുസ്തകം വായിച്ചാൽ പേജ് 109 നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ക്രിസ്തീയ സഭകൾക്ക് ഈ വിഷയത്തിൽ പങ്കാളിത്തം വന്നിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾക്ക് പോലും അതിനെക്കുറിച്ച് വലിയ ബോധമുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ നേരത്തെ സാറ് പറഞ്ഞ സങ്കീർത്തനത്തിൻ്റെ ഒരു ആവർത്തനം, സങ്കീർത്തനം എനിക്ക് തോന്നുന്നു ശ്രീ വി ഡി സതീശൻ്റെ ഒബ്സഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ സങ്കീർത്തനം ആവർത്തിച്ച് സങ്കീർത്തനത്തിലെ പല ഭാഗങ്ങളും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ സാഹിത്യപരമായും സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും ശ്രീ വി ഡി സതീശൻ ക്രിസ്തീയ സഭയെയും യേശുവിനെയും ഉൾക്കൊണ്ട് പ്രസംഗങ്ങളിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ പുറകിൽ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും, യേശുവിനെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും ശ്രീ വി ഡി സതീശനുള്ള താല്പര്യം മാത്രമല്ല, അതൊരു ഇഷ്ടം കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അല്ലാതെ ഇത്രയൊന്നും ആരും കഷ്ടപ്പെടില്ല, ഇത്രയൊന്നും ആരും വായിക്കില്ല. ഇപ്പോൾ നമ്മളൊക്കെ രാമായണവും ഒക്കെ വായിക്കുന്നുണ്ട്, മഹാഭാരതമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ വായന നമ്മുടെ ജീവിതത്തിൻ്റെ നാവിൻ്റെ അറ്റത്ത് എപ്പോഴും ഉണ്ടാവുക അത്ര എളുപ്പമല്ല. വായിച്ചുകൊണ്ടായില്ലല്ലോ. ഇപ്പോൾ രാമൻ സീത എന്ന് പറഞ്ഞുകൊണ്ട് രാമായണം ആയില്ല. അപ്പോൾ അതിൻ്റെ കാമ്പിലേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ അത്രയ്ക്ക് നമ്മൾ ആ രാമായണം എന്ന് പറഞ്ഞ പുസ്തകത്തെ ഇഷ്ടപ്പെടണം. അങ്ങനെ ഒരു ഇഷ്ടത്തിൻ്റെ ഭാഷ ശ്രീ വി ഡി സതീശൻ്റെ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷമാണ്. പക്ഷേ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രധാനമായ അവതരണം നിർത്താം, കാരണം അടുത്ത ആളുകൾക്ക് സമയങ്ങളില്ല. ഏറ്റവും എനിക്ക് ശക്തമായ എതിർപ്പ് ഇതിൻ്റെ കവർ പേജ്, ഇത് വളരെ കഷ്ടമായി പോയി എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തിനാണ് ഈ ഒരു ഇമേജ് ഈ കവറിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ച് കൊടുത്തേക്കണേന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇത്ര കാമ്പുള്ള ഒരു പുസ്തകത്തിന് ഇത്രയും ഒരു ലളിതവൽക്കരണം സംഭവിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ കവറിൽ. ആ സമയം ഇതിൻ്റെ പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ അത് ചെയ്തതെന്നുള്ളത്. ഒരു രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇതിൻ്റെ ചാപ്റ്റർ നമ്പർ ചെയ്തിട്ടില്ല എന്നുള്ളത്. 32 ഉണ്ടെന്നുള്ളത് നമ്മൾ എണ്ണിയെടുക്കണം. നമുക്കത് റെഫറൻസിന്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പുസ്തകത്തിൽ റെഫറൻസിന് വേണ്ടി 18ാമത്തെ ചാപ്റ്റർ എന്ന അധ്യായം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റേണ്ടതാണ്. അതങ്ങനെ നമ്പർ ചെയ്തില്ല എന്നുള്ളതും വലിയൊരു അബദ്ധമാണ്. ഇതാണ് എനിക്ക് പൊതുവായി പറയാനുള്ളത്. ഇനി എൻ്റെ ബഹുമാനപ്പെട്ട സഹ പാനലിസ്റ്റ് സാറും സംസാരിക്കട്ടെ എന്ന് എനിക്ക് തോന്നുന്നു. പുസ്തകത്തെ സംബന്ധിക്കുന്ന വിമർശനാത്മകമായ ഒരു കാഴ്ചപ്പാട് കൂടി ഉണ്ടാവുന്നത് നല്ലതാണ്. സാധാരണഗതിയിൽ ഒരു വാഴ്ത്തിപ്പാടലാണ് നമ്മൾ സാധാരണ വായനാനുഭവമായി പങ്കുവയ്ക്കാറുള്ളത്. അതിന് പകരം ഏതൊരു പുസ്തകത്തെയും ഏത് സാഹിത്യകൃതിയെയും നമുക്ക് വിമർശിക്കാം. സാഹിത്യകൃതി മാത്രമല്ല, ഏത് തരത്തിലുള്ള കൃതികളെയും വ്യക്തികളെയും ഒക്കെ അവർക്ക് ഗുണങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഒരു പുസ്തകത്തിന് മുന്നിൽ വയ്ക്കാവുന്ന പല ഗൗരവപരമായ കാര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവിടെയും വിയോജിപ്പുകൾക്ക് സാധ്യതയുണ്ട് എന്ന നിലയിലുള്ളൊരു സംഭാഷണമാണ്. എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായിരുന്നു. അദ്ദേഹം കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറിയപ്പോൾ കുറേ കൂടി ഒരാഴത്തിലുള്ളൊരു അനുഭവം പ്രേക്ഷകർക്ക് ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് വെളിപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല കൂടി ഈ പുസ്തകത്തിൽ ഉള്ളതായി എനിക്ക് തോന്നുന്നത് ഗിരിപ്രഭാഷണമാണ്. ക്രിസ്തുവിൻ്റെ സ്വാധീനം, ബൈബിൾ സ്വാധീനം ലോകത്തിലുണ്ടാകുന്ന ആദ്യത്തെ ഒരു ക്രിസ്തീയേതര വ്യക്തി വി ഡി സതീശനൊന്നുമല്ല. KP അപ്പൻ്റെ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന് പറയുന്ന പുസ്തകം നമുക്കറിയാം. അത്തരത്തിലുള്ള നിരവധി KP കേശവമേനോൻ്റെ പുസ്തകം വരെ നമുക്കറിയാം. ഇപ്പം നിരവധി ആളുകളെ വചനം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധിയെ പോലും വലിയ നിലയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ലോകത്തിനിടയിൽ ലോകത്ത് പല മനുഷ്യരെയും സ്വാധീനിച്ചിട്ടുള്ള അക്ഷയമായ ഒരു ഖനിയുടെ പേരാണ് ബൈബിൾ. MD വാസവൻ നായർ എഴുതുന്നുണ്ടല്ലോ, എന്നെ ബൈബിളിനെ കുറിച്ചുള്ള അഗാധമായ ഒരു വായനയുടെ സന്ദർഭത്തിലാണ് അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ എന്ന കഥയുണ്ടാവുന്നതെന്ന് MD എഴുതുന്നുണ്ട്. അപ്പോൾ ഗിരിപ്രഭാഷണം അത് ബൈബിളിലെ എക്കാലത്തെയും പ്രപഞ്ചത്തോടുള്ള, മനുഷ്യനോടുള്ള, മനുഷ്യരാശിയോടാകെയുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു ഭാഗമാണ്. ശരത്തിന് ആ വായന തോന്നിയ അനുഭവം, അതിന് ശരത്തിൻ്റെ കൂടെയുള്ള ഇനി ചേർത്ത് പറയാനുള്ള കാര്യങ്ങൾ കൂടി അതോടനുബന്ധിച്ച് ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കാം. ആദം നീ എവിടെയാകുന്നു എന്ന ചാപ്റ്ററിനകത്ത് തന്നെയാണ് ഈ പറയുന്ന ഗിരിപ്രഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട് മത്തായിയുടെ സുവിശേഷത്തിലെ ഭാഗങ്ങൾ വി ഡി സതീശൻ കോട്ട് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും അദ്ദേഹം വിദ്വേഷത്തിനെതിരായി സംസാരിക്കാൻ ഒരു പ്രേരണ നൽകുന്ന, വിദ്വേഷത്തിനെതിരായി നിൽക്കുക എന്ന ഒരു രീതിയിലാണ് ആ ഭാഗത്തെ സൂചിപ്പിക്കുന്നത്. പഠിപ്പിക്കുക എന്നുള്ള ക്രിസ്തുവിൻ്റെ ഒരു ശൈലിയെ തൻ്റേതായ വാക്കുകളിലൂടെ കരുണയുള്ളവരായിരിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ, ചെയ്യുവിൻ
പറയുവിൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കുകയാണ്. നിരന്തരമായ രീതിയിൽ മനുഷ്യനോട് അതിനെ പ്രചോദിപ്പിക്കുക എന്നുള്ളൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് വി ഡി സതീശൻ ആ ഭാഗത്ത് സംസാരിക്കുവിൻ. നിങ്ങൾ കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് പറയുന്ന അധ്യായത്തിനകത്തും ഇതുപോലെ നമ്മളോട് ആവശ്യപ്പെടുന്ന അതേ കാര്യമാണ് ഈ പറയുന്ന ഇതിനകത്ത് പറയുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് കാണിച്ച ഒരു മാതൃക, ലോകത്തിന് നൽകിയ മാതൃക, യേശു 40 പകലും രാത്രിയും ഉപവസിച്ച ശേഷം ശിഷ്യന്മാരോട് സംസാരിക്കുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് ഒരു ഭാഗത്തെ കോട്ട് ചെയ്ത് വി ഡി സതീശൻ സംസാരിക്കുന്നത്. അതിനുശേഷമാണ് ഗിരിപ്രഭാഷണത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരവ്. ഗിരിപ്രഭാഷണത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് നിരന്തരമായി പഠിപ്പിക്കുക, തൻ്റെ ഉദ്ദേശ ലക്ഷ്യം, തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് എങ്ങനെ മാതൃക നൽകി എന്ന് അദ്ദേഹത്തിൻ്റെതായ ഒരു ചുരുങ്ങിയ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും യുവ തലമുറയോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ലഹരിയെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ലഹരിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു ഒരു യുവജനങ്ങൾ കൂടുന്ന ഒരു കൂട്ടത്തിൽ സിനിമ മേഖലയിലുള്ള സഞ്ജയ് ദത്തിൻ്റെ ജീവിതാനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. സഞ്ജയ് ദത്ത് 2-3 സിനിമകൾക്ക് ശേഷം ലഹരിയുടെ അടിമയായി പോകുന്നതും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതും അദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റലിൽ, അമേരിക്കയിലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നതിൻ്റെ സമയത്ത് പോലും അദ്ദേഹം വളരെ ആ ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നിരന്തരമായിട്ട് വി ഡി സതീശൻ ആ ഭാഗത്തെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സമൂഹത്തിനും ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നിൽ നിക്ഷിപ്തമായൊരു ഉത്തരവാദിത്വം ഈ പഠിപ്പിക്കലാണ് എന്ന് കരുതുന്നത് പോലെയാണ് ഇടയ്ക്കെങ്കിലും അദ്ദേഹം പറയുന്നത്. ഒപ്പം സ്വയം വിമർശനപരമായും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സഭകളെ ഇദ്ദേഹം സാറ് സംസാരിച്ചപ്പോൾ മാർത്തോമാ സഭയിലെ എബ്രഹാം മാർത്തോമായുടെ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ചരിത്രമില്ല എന്ന് നമുക്കിങ്ങനെ അത്ഭുതത്തോടെ തോന്നിപ്പോവും. കാരണം എബ്രഹാം മാർത്തോമായുടെ ചരിത്രരേഖകൾ വെച്ച് സംസാരിക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, സ്വതന്ത്ര തിരുവിതാംകൂറിന് വേണ്ടി അന്നത്തെ നാട്ടുരാജ്യം ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്ത ഏക സഭ മാർത്തോമാ സഭയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം എവിടെയായിരുന്നു എന്നൊരു വിമർശനം അദ്ദേഹം ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞില്ലേ, അന്ന് ഈ പറയുന്ന ഇന്ത്യയോട് ചേരാൻ നമ്മൾ വിമുഖത കാണിച്ചിരുന്നു, നമ്മളും ഒന്നും പറയാതെ ആ സുഖലോലുപതയിൽ നിന്നോ എന്നൊരു ചോദ്യം ബാക്കി വയ്ക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വിമർശനത്തെ ഉൾക്കൊള്ളേണ്ട ബാധ്യത ഈ പറയുന്ന പ്രസംഗം കേൾക്കുന്നവർക്ക് ഇല്ലെങ്കിലും ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കുന്നവർക്കുണ്ട്. പ്രസംഗം കേൾക്കുന്നവർ അവിടെ ഇരുന്നുകൊണ്ട് ആ പ്രസംഗത്തിൻ്റെ ഒരു എന്താ പറയുക, ശൈലിയിൽ മുഴുകിപ്പോവും. സാറ് പറഞ്ഞതുപോലെ ആ ശൈലി എങ്ങനെയാണെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുന്നതിൻ്റെ ഒരു സുഖം അത് എഴുതി വായിക്കുമ്പോൾ ഉണ്ടാകണം എന്നില്ല. മറ്റൊരു സാഹചര്യത്തിലായിരിക്കും നമ്മളത് വായിക്കുന്നത്. അപ്പോൾ വായിക്കുമ്പോൾ അത് ഓരോന്നും ഓരോ ലേഖനങ്ങൾ ഇതിനൊരു കണക്ടിവിറ്റി നമുക്ക് തോന്നാൻ പറ്റില്ല. ഇങ്ങനെ കണക്റ്റഡ് ആണോ എന്ന് ഒരു സംശയം തോന്നും. എന്നാലും കണക്റ്റ് ആകുന്നത് ഇന്ത്യയുടെ സാഹചര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് പല ലേഖനങ്ങളിലും പറയാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കണക്ട് ചെയ്ത് പറയാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നത്. അല്ലാത്തപ്പോഴെല്ലാം അതിങ്ങനെ ഓരോരോ പ്രത്യേക ഖണ്ഡങ്ങളായി മാത്രം നിൽക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പുസ്തകം പൂർണ്ണമായി വായിക്കപ്പെടുന്നത് വായനക്കാരാണ്. അങ്ങനെ വായനക്കാർക്കിടയിലൂടെയാണ് വായന സജീവമാകുന്നതെന്ന് പറയാറുണ്ട്. അതുപോലെ സദസ്യരുടെ പ്രതികരണങ്ങളും ചോദ്യങ്ങളുമാണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും സദസ്സിൽ നിന്ന് വളരെ പ്രൗഢമായൊരു സദസ്സാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, വായനയുടെ, എഴുത്തിൻ്റെ, സർഗാത്മകതയുടെയൊക്കെ ലോകത്ത് വിരാജിക്കുന്ന വളരെ പ്രൗഢമായൊരു സദസ്സ് ആണ് നമുക്കുള്ളത്. ആ സദസ്സിൽ നിന്ന് വളരെ സമയബന്ധിതമായ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് സംസാരിക്കാം. ചോദ്യം ചോദിക്കുന്നവർക്ക് മൈക്ക് തരാം. അപ്പോൾ ഒന്ന് ചോദ്യം ചോദിക്കാനായിട്ട്, വളരെ താല്പര്യത്തോടെ ഈ ചർച്ചയിൽ ഇടപെടാനായിട്ട് സ്നേഹപൂർവ്വം നിങ്ങളെ കൂടി ക്ഷണിക്കുകയാണ്. സാർ പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. സാർ, എൻ്റെ പേര് PG മാത്യു. നമസ്കാരം. വോക്സ് പോപ്പുലി, ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല.
ഇവിടെ നിന്ന് ഇപ്പോൾ കേട്ട വിവരം മാത്രമേ എനിക്കുള്ളൂ. വോക്സ് പോപ്പുലി വോക്സ് ദേയി എന്നൊരു ചൊല്ലുണ്ടല്ലോ, ജനത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന്. ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനം ദൈവവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ദൈവവുമായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. ഈ ആദത്തിൻ്റെ കഥയിലും ഉൽപ്പത്തിയുടെ പുസ്തകത്തിലും നമ്മൾ ഏകദേശം അതേപോലത്തെ അതിന് സമാനമായ ഒരു കഥയാണ്. ദൈവം സൃഷ്ടിച്ചിട്ട് അവന് ചില നിയമങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ദൈവമാവാനായിട്ട് ശ്രമിക്കുകയും ആ സമയത്താണ് ദൈവം അവനോട് ആദം അവൻ ആ തെറ്റിലേക്ക് വഴുതി വീണതിന് ശേഷം ദൈവം ചോദിക്കുകയാണ്, ആദം നീ എവിടെയാകുന്നു എന്ന്. അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ജനാധിപത്യത്തിൻ്റെ ഈ കോണ്ടെക്സ്റ്റിൽ ഈ ടൈറ്റിൽ ഈ ഉള്ളടക്കത്തോട് അല്ലെങ്കിൽ ഈ ഉള്ളടക്കം ഈ ടൈറ്റിലിനോട് എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട് എന്നൊന്നറിഞ്ഞാൽ കൊള്ളാം. താങ്ക് യു. നമസ്കാരം. രണ്ട് ചോദ്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രകടമായി ശ്രീ വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, ഒരു ചോദ്യം ആദം നീ എവിടെയാകുന്നു ചോദ്യം തന്നെയാണ്. രണ്ടാമത്തത് ആരാണ് നിങ്ങളുടെ സഹോദരനും സഹോദരിയും, അത് പേജ് 64 അങ്ങനെ ഒരു ചാപ്റ്ററുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങൾ ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഈ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം ആണല്ലോ ഈ ദൈവ സങ്കല്പത്തിൻ്റെ അല്ലെങ്കിൽ ദൈവ ചിന്തയുടെ തന്നെ അടിസ്ഥാനം. സൃഷ്ടാവും സൃഷ്ടിയും എന്ന ഒരു ആശയം ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ ദൈവിക ചിന്തയെ അല്ലെങ്കിൽ ദൈവിക സങ്കല്പത്തെ തന്നെ ഉൾക്കൊള്ളാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ഈ ആദം നീ എവിടെയാകുന്നു എന്ന് ചോദിക്കാനായിട്ടുള്ളൊരു അവകാശം സ്വാഭാവികമായിട്ടും അവകാശമുള്ള ഒരാൾ വേണം. ആദം വേർ ആർ യു എന്ന് നമ്മളോട് ചോദിക്കാൻ അവകാശമുള്ള ഒരാൾ വേണം. ആ ആളാണല്ലോ ദൈവം, അല്ലേ? ഞാൻ നിങ്ങളും കൂടി ചിന്തിച്ചു വരുന്നുണ്ടല്ലോ എൻ്റെ ഒപ്പം. അല്ലെങ്കിൽ ദൈവമില്ലല്ലോ. ദർ മസ്റ്റ് ബി എ പേഴ്സൺ ഓർ എ ഇൻഡിവിജ്വൽ ഹു ഹാസ് ദ റൈറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. മനുഷ്യനോടൊരു ചോദ്യം ചോദിക്കാൻ പറ്റണം. വേർ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഒളിച്ചു മാറി നിൽക്കാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണല്ലോ കുറ്റബോധം. അതല്ലേ കുറ്റബോധം. ഗിൽറ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് ചോദ്യം ചോദിക്കുമ്പോൾ അവൻ ഉത്തരം പറയാതെ ഒളിച്ചു പോകുന്നതിൻ്റെ പേരാണ് കുറ്റബോധം. അപ്പോൾ അങ്ങനെ ഒരു കുറ്റബോധം മനുഷ്യനുണ്ടാവുന്നത് കുറ്റം എന്ന ഒരു വാക്കിൽ നിന്നാണ്. ഈ കുറ്റമാണ് പിന്നെ സമൂഹത്തെ ശരി തെറ്റ് എന്ന രണ്ട് വരകൾക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമ്മളെ നിർത്തുക. അപ്പോൾ ഈ വി ഡി സതീശൻ്റെ ഈ ചോദ്യം ആദം നീ എവിടെയാകുന്നു എന്ന ചോദ്യം സമൂഹത്തോടുള്ളൊരു ചോദ്യമാണ്. സമൂഹത്തോട് ചോദിക്കണം, വേർ ആർ യു, നിങ്ങൾ എവിടെയാകുന്നു? ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി, ഇപ്പോൾ ഇന്നലെ ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ നാളെ ഒരു പ്രശ്നമുണ്ടായി. നമുക്ക് ഇങ്ങനെ മുറിയുടെ അകത്ത് വാതിലടച്ചിരിക്കാം, അതൊരു സാധ്യതയാണ്. രണ്ട്, ഈ ചോദ്യത്തെ നേരിട്ടിട്ട് നമുക്ക് പുറത്ത് വന്നിട്ട് പറയാം, ഐ ആം ഹിയർ, ഞാനിവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ആ പറഞ്ഞാൽ പോരാ, പിന്നെ സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യത്തെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഈ ഇല മുറിച്ച് നാണം മറച്ച് മാറി നിൽക്കേണ്ടിയും വരും. അപ്പോൾ ആ ഒരു പ്രശ്നം ഈ ചോദ്യത്തിലുണ്ട്. സുഹൃത്ത് ചോദിച്ച ആ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യമാണ് ഈ പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം, നിൻ്റെ സഹോദരൻ എവിടെ എന്ന് പറയുന്ന ചോദ്യം. ഇതും പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണുന്നൊരു ചോദ്യമാണ്. ഈ സഹോദരൻ എവിടെ എന്നുള്ളത്. കായേൻ ആബേൽ കഥ നമുക്ക് ഓർമ്മയുണ്ട്. പിന്നീട് വരുന്നതാണ് ആരാണ് നിൻ്റെ സഹോദരനും സഹോദരിയും, ആരാണ് നിൻ്റെ സഹോദരനും സഹോദരി. ഈ ആരാണ് നിൻ്റെ സഹോദരൻ സഹോദരി എന്ന ചോദ്യം വരുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ബൈബിളിനെ കുറിച്ച് നല്ല ധാരണയുള്ളതായതുകൊണ്ട് ഞാനത് വിശദീകരിക്കേണ്ടതില്ല. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് മനുഷ്യൻ കടക്കുന്നത് ഈ ചോദ്യം വരുമ്പോഴാണ്. ആരാണ് നിൻ്റെ സഹോദരനും സഹോദരിയും, ആരാണ് നിൻ്റെ സഹോദരനും സഹോദരിയും, ആരാണ് നിൻ്റെ അയൽക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ടും വെച്ചു. അപ്പോൾ ഈ ചോദ്യം തുടങ്ങുന്നത് ആദം നീ എവിടെയാകുന്നു എന്ന ചോദ്യത്തിൽ നിന്ന്, എവിടെയാണ് നിൻ്റെ സഹോദരൻ എന്നുള്ള രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന്, ആരാണ് നിൻ്റെ സഹോദരനും സഹോദരി എന്നുള്ള ചോദ്യത്തിൽ നിന്ന്, ആരാണ് നിൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ സാമൂഹ്യപരമായ മാറ്റം ചരിത്രത്തിലൂടെ നമുക്ക് ബൈബിളിൽ വായിക്കാൻ പറ്റും. ഈ വായന ഈ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കും. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത അതാണ്. ഈ 4 ചോദ്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് കിട്ടും. ഈ ചോദ്യങ്ങൾ നമുക്ക് കിട്ടും, ഈ ചോദ്യങ്ങളുടെ ഉത്തരവും നമുക്ക് കിട്ടും. ഇത് ഒരു
നേരത്തെ പനക്കള സാറും അച്ഛനും പറഞ്ഞ പോലെ ഒരു സെൽഫ് റിഫ്ലക്ഷന് ഒരു പോസിബിലിറ്റി ഇതിൻ്റെ അകത്തുണ്ട്. ഒരു ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പതുക്കെ കടക്കാൻ പറ്റും. നമ്മൾ എവിടെയാണ്, എന്തിനാണ് നിൽക്കുന്നത് എന്ന ചോദ്യം ഈ 4 ചോദ്യങ്ങളിലൂടെ, ഇപ്പോൾ 2 ചോദ്യം വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ആദം നീ എവിടെയാകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ രണ്ടാമത്തത് എവിടെയാണ്, ആരാണ് നിങ്ങളുടെ സഹോദരനും സഹോദരി എന്ന് പറയുന്ന ചോദ്യം ഈ പുസ്തകത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ 2 ചോദ്യം വളരെ പ്രകടമാണ്. ഹെഡിങ് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഈ പുസ്തകത്തോട് നീതി പുലർത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. താങ്ക് യു. ഓക്കെ, എൻ്റെ പേര് KV രമേഷ് എന്നാണ്. ഞാൻ റിട്ടയേർഡ് സിവിൽ എഞ്ചിനീയറാണ്, ഒരു POC സ്റ്റുഡൻറ്റുമാണ്. സാറ് പറഞ്ഞൊരു പോയിൻ്റ് വളരെ ശരിയാണ്. ഈ പുസ്തകത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ മാത്രം പറയാണ്ട് തെറ്റുകളും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കാണുമ്പോൾ ചെറിയൊരു കഥയിലേക്ക് പറഞ്ഞിട്ട് പോവാം. ഒരു കുട്ടി ഒരു ചിത്രം വരച്ചു. ആ ചിത്രം പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം വെച്ച് കഴിഞ്ഞപ്പോൾ പലരും ആ ചിത്രത്തിൽ പലയിടത്തായിട്ട് പല മിസ്റ്റേക്കുകൾ പോയിൻ്റ് ഔട്ട് ചെയ്തു. അപ്പോൾ കുട്ടി ആകെ ഡിപ്രസ്ഡായി. അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു, നീ അടിക്കുറിപ്പൊന്ന് മാറ്റി എഴുതുക, ഇതിലെ തെറ്റുകൾ കറക്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞുകൊണ്ട് എഴുതി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ചിത്രം വീണ്ടും വരച്ച് വെച്ചപ്പോൾ അതിനകത്ത് മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനായിട്ട് ആരും തയ്യാറായി വന്നില്ല എന്നുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സാറ് സെൻട്രലിലിരിക്കുന്ന സാറിൻ്റെ പേര് ലിറ്റോ എന്നാണ് അല്ലേ? സാറ് പറഞ്ഞൊരു പോയിൻ്റ്, ലിജോ സാറ് പറഞ്ഞൊരു പോയിൻ്റാണ് എന്നെ അതിലേക്ക് പറയാൻ താല്പര്യപ്പെടുത്ത്. പഴയ കാലത്ത് ഡേറ്റകൾ കളക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലം. ഇന്ന് ഗൂഗിൾ ദൈവമായ കാലഘട്ടത്തിൽ, മാതാപിതാ ഗൂഗിൾ ദൈവം എന്നും നമ്മൾ പറയുന്ന കാലഘട്ടത്തിൽ ഡേറ്റ കളക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സത്യസന്ധമായ ശരിയായ ആക്യുറേറ്റായിട്ട് ഡേറ്റ കിട്ടാൻ പറ്റുന്നതും ഈ AI യുഗത്തിൽ VD സതീശൻ സാറിനെ പോലൊരു വ്യക്തിക്ക് ആധുനിക കാലത്തെ ഡേറ്റകൾ തെറ്റിപ്പോവുകയും പഴയ കാലത്തുള്ള ഡേറ്റകൾ ശരിയാണെന്നും സാറ് പറഞ്ഞു. അത് ശരിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ സാറിനൊരു കടമയുണ്ട്, ആ തെറ്റുകൾ എന്താണെന്നുള്ള വിവരം ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് ഒരു ലിസ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് അത്, കാരണം ഒരു തെറ്റുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിലേക്ക് പോകാണ്ട് ആ തെറ്റ് കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് ഉപകരിക്കും. അതൊരു ലിസ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറയാൻ വേണ്ടി ഇത്. താങ്ക് യു. ആ തെറ്റ് ഞാൻ പറയുന്നതിനേക്കാൾ വളരെ എളുപ്പമുള്ളൊരു കാര്യം പറയാം. പൊതുവേ നമ്മളുടെ പുതിയ ഒരു സംവിധാനത്തിൽ ഈ ഗൂഗിൾ സെർച്ചിലും AI സെർച്ചിലും ഉള്ള മനുഷ്യർക്ക് പൊതുവെയുള്ളൊരു ധാരണ നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന ഡാറ്റ ശരിയാണെന്നുള്ളതാണ്. ആ തെറ്റാണ് അദ്ദേഹത്തിന് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ ഡാറ്റ ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇത് തന്നെ കിട്ടും. ഈ ഗൂഗിളിൽ ഈ ഡാറ്റ കിട്ടും, ഇതിൽ പറഞ്ഞിട്ടുള്ള ഡാറ്റ കിട്ടും. അതെന്താ പ്രശ്നം? ഇവിടെയാണ് ഇപ്പോൾ ഈ ആധുനിക സമൂഹത്തിലെ വിവര വിപ്ലവം എന്ന് പറഞ്ഞ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ അബദ്ധം. ഒരു സംഘം ആളുകൾക്ക് തെറ്റായിട്ടുള്ള ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഗൂഗിളിലോ അല്ലെങ്കിൽ ഇത്തരം ഇൻ്റർനെറ്റ് സെർച്ചുകളിലോ കിട്ടുന്ന രീതിയിൽ അവതരിപ്പിച്ച് വെച്ചാൽ ആ ഡാറ്റ തന്നെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ പോയാലും ഇത് തന്നെ കിട്ടുള്ളൂ. അതേ ഡാറ്റയാണ് ഇതിൽ സംഭവിക്കുന്നത്. വളരെ കൃത്യമായി ഞാൻ സംഘടനയുടെ പേര് പറയുന്നില്ല, വിഷയം പറയാം. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരിടേണ്ടി വരുന്ന അക്രമങ്ങളുടെ ശതമാനവും കണക്കും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ, ഈ പുസ്തകത്തിൽ 5 സ്ഥലത്ത് അതേ ഡാറ്റ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അത് തെറ്റാണ്. ചോദ്യം മനസ്സിലായല്ലോ? അതിന് പ്രോംപ്റ്റ് എന്ന് പറയാം. നമ്മൾ ശരിയായ പ്രോംപ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ശരിയായ മാർഗം. പ്രോംപ്റ്റിന്റെ പ്രശ്നമല്ല, പ്രോംപ്റ്റിന്റെ പ്രശ്നം. അത് AI ആണെങ്കിലും AI ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. AI ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയർ. സാറ് പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പോൾ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം ഏത് എന്ന് നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പറയുന്നത് കാലടി എന്ന് പറയും. ഇവിടെയുള്ള 50% ആൾക്കാരും കാലടി തന്നെ പറയും. പക്ഷേ ശങ്കരാചാര്യ ജനിച്ചത് പിറവത്തിനടുത്തുള്ള മേൽപ്പാഴൂർ മനയിലാണെന്നുള്ള വിവരം
അവിടെ ചിന്മയ മിഷൻ്റെ കീഴിലുള്ള ആ മേപ്പാഴൂർ മനയിൽ പോയിട്ടുള്ളതോ ഉള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അത് അമ്മ വീട്, അച്ഛൻ വീടാണ് കാലടി ഉണ്ടായിരുന്നത്. കാലടിയിൽ അദ്ദേഹം കാൽപാദം പതിച്ചുകൊണ്ട് കാലടി വന്നു. പക്ഷേ ഗൂഗിളിൽ കിടക്കുന്നത് എന്താണ് കിടക്കുന്നത്? അത് കാലടി എന്നാണ് കിടക്കുന്നത്. ചില വിവരങ്ങൾ തെറ്റായിട്ട് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ സെർച്ചിങ്ങിൽ വരാം. ഇത് ഈ പറഞ്ഞതാണ് ഇതിൻ്റെ ഉത്തരം. ഇപ്പൊ പറഞ്ഞാണ് ഉത്തരം. അതായത് തെറ്റായിട്ടുള്ള വിവരങ്ങൾ ഒരു സമയത്ത് ഡാറ്റയായി കയറി വന്നത് അത് ആവർത്തിക്കും. ഇത് ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളത്. ഇനി ഈ പുസ്തകം വെച്ച് ആളുകൾ പ്രസംഗം പറയും. അല്ല, അത് കറക്റ്റ് ചെയ്തു. അപ്പോൾ വിക്കിമീഡിയ പോലുള്ള ചില ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറും അത് കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. എല്ലാ ബഹുമാനത്തോടുകൂടിയും പറയട്ടെ, ഇന്റൻഷനലി മാനിപ്പുലേറ്റഡ് ഡാറ്റയെ മറികടക്കാൻ അത്ര എളുപ്പമല്ല. ഈ പറഞ്ഞ ഡാറ്റ ഇന്റൻഷനലി മാനിപ്പുലേറ്റഡ് ആണ്. ഞാനിതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരാൾ. സാർ പറഞ്ഞത് അതൊരു പുസ്തകത്തിലേക്ക് അച്ചടിച്ച് വരുമ്പോൾ ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകാണ്. അപ്പോൾ പിന്നീട് ആ ഡാറ്റ തെറ്റായി ഇനിയിപ്പോൾ ഇത് കോട്ട് ചെയ്യുന്ന ധാരാളം പ്രസംഗങ്ങളുണ്ടാവും. ഈ പുസ്തകത്തെ കോട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളുകളുണ്ടാവും. വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ അദ്ദേഹം, ഞാൻ നേരത്തെ ക്രിസ്തീയ ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതിൽ പറഞ്ഞിട്ടുള്ള പല ക്രിസ്തീയ ഗാനങ്ങളും എനിക്കൊരു താല്പര്യം കൊണ്ട് ഞാനത് സെർച്ച് ചെയ്ത് നോക്കി. അതെല്ലാം മിക്കവാറും ഇംഗ്ലീഷ് ഗാനങ്ങളാണ്. നമുക്ക് കിട്ടും, അത് കിട്ടും. പക്ഷെ അതുപോലെ ഇതുപോലെ നമ്മൾ സെർച്ച് ചെയ്ത് വരുമ്പോൾ ഈ പറഞ്ഞ സംവിധാനങ്ങൾ അപകടം വരും. ഇതിൻ്റെ ഒരു പ്രത്യേകത, വെരി അൺഫോർച്ചുനേറ്റ് ടു സേ, നമ്മൾ ഇവിടെ ഇരിക്കുന്നവരിൽ മിക്കവാറും 40 കഴിഞ്ഞവരാണല്ലോ. നിങ്ങളൊക്കെ ലൈബ്രറിയിൽ പോയിരുന്നവരാണ് അല്ലേ? ഈ ലൈബ്രറി പോയിരുന്നാലുള്ളൊരു ഗുണം, ലൈബ്രറി പോയിട്ട് ഒരു പുസ്തകം എടുത്തിട്ട് നാളെ രാവിലെ സംശയം വന്നാൽ തിരിച്ച് അതേ ലൈബ്രറിയിൽ പോയിട്ട് അതേ ഷെൽഫിൽ അതേ പുസ്തകം എടുത്ത് രണ്ടാമത് ചെക്ക് ചെയ്യുക. എറണാകുളം പബ്ലിക് ലൈബ്രറിയുടെ ഓരോ വരിയും നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അവിടെ നല്ല ഉറപ്പിൽ ഞാൻ പറയും, തപ്പിയാൽ കിട്ടും. ആ പുസ്തകം രണ്ടാമത് കിട്ടും. അത് വെച്ച് നമുക്ക് ഉറപ്പിക്കാം, ഇന്നലെ വായിച്ചതിലൊരു പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ചതിൽ തെറ്റുണ്ടല്ലോ. ഇന്ന് അത് സാധിക്കുമോ? വിക്കിപീഡിയ, ഇന്ന് രാവിലത്തെ വിക്കിപീഡിയ ഇന്ന് വൈകുന്നേരത്തെ വിക്കിപീഡിയ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം നമ്മൾ എവിടെ നിന്നാണ് ഡാറ്റ എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണ, പ്രത്യേകിച്ച് ഇദ്ദേഹം ഇന്ത്യയുടെ തന്നെ ഉന്നത നേതൃത്വത്തിലേക്ക് പോകുന്നൊരു വ്യക്തി പ്രസംഗം പറയുമ്പോൾ നല്ല പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോയി ചാടും എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. അത് അദ്ദേഹത്തിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും. ഇപ്പം ഞാൻ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു, ഭാവിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു നല്ല വേറെ പ്രധാനപ്പെട്ട ഒരു കസേരയിലിരിക്കുമ്പോൾ ഇവൻ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അബദ്ധമാവരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഡാറ്റ വളരെ വളരെ കെയർഫുൾ ആവേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ ആളുകൾ സെർച്ച് ചെയ്യും, സ്വാഭാവികം. നമ്മൾ ആ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണ്ട. മറ്റ് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പറയാം. കുമാരനാശാനെ പറ്റി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്നലെ ചെയ്തൊരബദ്ധം ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമാകാം. അതിൽ സമ്മതം മൂളായിക ഭവാൻ. അതുപോലെ തന്നെ ഇതിൽ പലവട്ടം സ്റ്റാൻ സ്വാമിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സ്റ്റാൻ സ്വാമിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാന സമയത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ പ്രസംഗങ്ങളിലുള്ള ഇൻഫർമേഷൻ ഒന്നും തെറ്റല്ല. പക്ഷേ അത് കംപ്ലീറ്റ് അല്ല എന്ന് അതിനെക്കുറിച്ച് വായിക്കുന്നവർക്കറിയാം. അത് കംപ്ലീറ്റ് അല്ല. അതിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് തെറ്റാന്നല്ല, സ്റ്റാൻ സ്വാമിനെ കുറിച്ച് പറഞ്ഞതൊന്നും തെറ്റല്ല, പക്ഷേ അത് കംപ്ലീറ്റ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ അതേസമയം വളരെ പഴയ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മാർ ഇവാനിയോസിനെ കുറിച്ച്, ദിവാനിയോസ് തിരുമേനിയെക്കുറിച്ച്, യൂഹന്നാൻ മാർത്തോമയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ, ബെഞ്ചമിൻ ബെയിലിയുടെയൊക്കെ ഒരു പറ്റിയുള്ള പ്രസംഗങ്ങൾ വളരെ വളരെ ഉപകാരപ്രദമായ ധാരാളം കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാം. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അക്ഷരങ്ങളെക്കുറിച്ച്, ഭാഷയെക്കുറിച്ച് നമുക്കുള്ള ധാരണകൾ, മൈനോറിറ്റി റൈറ്റ്സ്, ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങളും ഇതിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ പല അമേരിക്കൻ മിഷണറിമാരെ കുറിച്ച് ഒരുപാട് റെഫറൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അമേരിക്കൻ മിഷണറിമാരെ കുറിച്ച് എറണാകുളം ജില്ലയിൽ അത്ര ഗൗരവമായിട്ട് ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ തിരുവിതാംകൂർ ഭാഗത്തേക്ക് നമ്മൾ കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, പുനലൂർ, പത്തനാപുരം ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടെയുള്ള യോഗങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം അമേരിക്കൻ മിഷണറിമാർ എത്രമാത്രം സാധാരണ മലയാളികളെ വരെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ആ ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും. അത് ഈ പ്രസംഗങ്ങളിൽ വളരെ പ്രകടമായിട്ട് നമുക്കത് കാണാം. ക്രിസ്തീയ ചിന്തകളെ എങ്ങനെയാണ് അമേരിക്കൻ മിഷണറിമാർ, അമേരിക്കക്കാർ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം ചരിത്രപരമായ കാര്യമായ ഒരു പങ്ക് വഹിച്ചവരല്ല, പക്ഷേ ഈ ഒരു പ്രത്യേകത കൊണ്ട് സ്വാധീനം വളരെയധികം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത്
അത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം വി ഡി സതീശൻ അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തു എന്നുള്ളതാണ്. കാരണം സംസാരിക്കുന്ന ഒരു സദസ്സിന് പ്രിയകരമാകുന്ന പേരുകൾ, ആ പേരുകൾ അദ്ദേഹം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു കഴിവ് തന്നെയാണ്. ഒരു പ്രസംഗകൻ എന്ന നിലയിൽ അത് വലിയൊരു കാര്യമാണ്. കാരണം അവർക്ക് പരിചയമുള്ള പേരുകൾ, അവരുടെ ഉപമകൾ, അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ആ സദസ്സിന് വേണ്ടി അദ്ദേഹം ഞാനതാ പറഞ്ഞ പ്രസംഗം എവിടെ പറഞ്ഞു എന്നും കൂടി നോക്കുമ്പോഴാണ് ആ പ്രത്യേകത കാണുക. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് തീർച്ചയായിട്ടും. പിന്നെ ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ ഒരു ഉപകാരം, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, സാധാരണ ഈ പുസ്തകങ്ങളിൽ കാണാത്ത രീതിയിലുള്ള പദസൂചിക ഈ പുസ്തകത്തിലുണ്ട്. അത് വലിയ ഉപകാരമാണ്. ഇവർ എടുത്തൊരു എഫർട്ട് ചെറുതല്ല. അത് പെട്ടെന്ന് നമുക്കൊരു കാര്യത്തിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നേരത്തെ പനക്കള സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ KP അപ്പൻ്റെ പുസ്തകമായിട്ട് ആദം നീ എവിടെ എന്നുള്ളത് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം KP അപ്പൻ എഴുതിയ ഒരു കാഴ്ചപ്പാടും ആ തലവും വ്യത്യസ്തമാണ്. ഇത് രാഷ്ട്രീയ, സാമൂഹ്യ, മത നിലപാടുകളെക്കുറിച്ചുള്ള പ്രസംഗങ്ങളുടെ പുസ്തകമാണ്. ഇത് പുസ്തകമായി എഴുതിയതല്ല. എനിക്ക് തോന്നുന്നു ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇനി എത്രമാത്രം സാധിക്കുന്നറിയില്ല. അല്ലെങ്കിൽ he can be a good author on Christian history, especially in Kerala. ധാരാളം ഡാറ്റ അദ്ദേഹത്തിന് എടുക്കാനും കഴിയും, എഴുതാനും കഴിയും, കാഴ്ചപ്പാടും കൃത്യമാണ്. അങ്ങനെ ഒരു പുസ്തകം ഉണ്ടായി കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്നൊരു അഭിപ്രായം കൂടി എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നി. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എഴുതിയ ഒരു ബുക്കിനെ പറ്റിയാണല്ലോ ഇന്ന് നമ്മൾ ഇവിടെ സംവാദം നടത്തുന്നത്. അത് ഒരു ആദ്യത്തെ ഒരു നടപടിയാണെന്ന് പറഞ്ഞത് POC ചെയ്ത ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനെപ്പറ്റി സംസാരിച്ച രണ്ടുപേരും വളരെ ആധികാരികമായിട്ടാണ് ഇത് പഠിച്ച് ഇത് അവതരിപ്പിച്ചത്. ഇവിടെ ഇരിക്കുന്ന പലരും ഈ ബുക്ക് വായിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വായിക്കാൻ ആഗ്രഹം തോന്നിക്കുന്ന വിധത്തിലുള്ള സംവാദമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, സ്റ്റാൻസ്വാമിയുടെ കാര്യം പറഞ്ഞില്ലേ, പുള്ളിയുടെ അവസാന കാലത്ത് ഒരു സ്ട്രോ കെട്ടി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും കോടതി അനുവദിക്കാത്ത സമയത്ത് ഈ ക്രിസ്ത്യാനികളെല്ലാം നോക്കി നിന്നല്ലാണ്ട് അന്ന് ആരും പറഞ്ഞില്ല. ഇന്ന് മുതലക്കണ്ണീരൊഴിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. പിന്നെ ഈ ആദിമ ക്രിസ്ത്യാനികൾ രാജാക്കന്മാരുടെ കാലത്തിന് ശേഷം കേരള ചരിത്രത്തിൽ രാഷ്ട്രീയ സ്ഥിതികൾ മാറി മാറി വരുമ്പോൾ ആദിമ ക്രിസ്ത്യാനികൾ തൊട്ട് അവരുടെ ഒരു മേൽക്കോയ്മ ഈ രാഷ്ട്രീയത്തിൻ്റെ മാറ്റങ്ങളിലുണ്ടായിരുന്നു. അന്ന് അവരുടെ എടുത്ത തീരുമാനങ്ങൾ വളരെയധികം നല്ലതായിരുന്നു. അപ്പോൾ ഈ ആദം നീ എവിടെ ആകുന്നു എന്ന് VD സാറ് ചോദിക്കുമ്പോൾ ഇന്ന് ക്രിസ്ത്യാനി എവിടെയാണ് എന്നാണ് പുള്ളി ചോദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ രാഷ്ട്രീയ സമയത്ത് വേണ്ട വിധത്തിലുള്ള സത്യസന്ധമായൊരു തീരുമാനം ക്രിസ്ത്യാനി എടുക്കുന്നുണ്ടോ, നീ എവിടെയാണ് ആദം എന്നാണ് പുള്ളി ചോദിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. രണ്ടുപേർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി. നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് സാറേ ഒരു ചെറിയ ചോദ്യം, ലിജോ സാറിനോടാണ്. അതായത് ഇപ്പോൾ കുറേ കാലം എടുത്തുകൊണ്ടാണല്ലോ പുള്ളി ഈ പ്രസംഗങ്ങളുടെ ഒരു സംഗ്രഹമാണല്ലോ ഈ പുസ്തകം. അതിനൊരു കാലഘട്ടം തന്നെയുണ്ട്. പിന്നെ ബേസിക്കലി പുള്ളി ഒരു രാഷ്ട്രീയക്കാരനാണ്, സാമൂഹ്യപരമായിട്ട് ഒരുപാട് പ്രതിബദ്ധതയുള്ള ഒരാളുമാണ്. അപ്പോൾ ഈ പുസ്തകം കൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്ന പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ? അതാണ് എനിക്ക് ലിജോ സാറിനോട് ചോദിക്കാനുള്ളത്. അതായത് തെറ്റുകളുണ്ടായിരിക്കാം, ഒരു പക്ഷേ കാത്തലിക്കിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പ്രഭാഷണങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലായിരിക്കാം. ഞാൻ ചോദിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചോളം ഇതൊരു ഗുണമുള്ള കാര്യമാണോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം ഈ വേദിയും ഈ സദസ്സുമാണ്. ഈ പുസ്തകം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളാരും ഇവിടെ ഒരുമിച്ചിരിക്കില്ല, ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യില്ല. കേരളം ഏറ്റവും അൺഅറ്റൻഡഡ് ആയിട്ട് ഇപ്പോഴും ഇട്ടിട്ടുള്ള ഒരു വിഷയമാണ് ക്രിസ്തീയ കാഴ്ചപ്പാടിൻ്റെ സ്വാധീനം കേരള സമൂഹത്തിൽ എന്നുള്ളത്. ഇതിലുള്ള ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള പ്രശ്നം ഈ 101 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആരാണ് ക്രിസ്ത്യാനി എന്ന് പരസ്പരം തർക്കിക്കുക എന്നല്ലാതെ എന്താണ് ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കേരളം എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രത്യേകത നിങ്ങളെ ആരും ഞാൻ പഠിപ്പിക്കേണ്ട. ഇന്ത്യയുടെ മറ്റൊരു വിഭാഗമല്ല, ഭാഗത്തെ പോലെയല്ല. അപ്പോൾ ഇത്തരം ഒരു സമൂഹത്തിന് എങ്ങനെയാണ് ഈ 2000 വർഷം മുമ്പ് മുതൽ ക്രിസ്തു എന്ന് പറയുന്ന ഒരു ദർശനത്തെ, വ്യക്തിയല്ല, ക്രിസ്തു എന്ന് പറയുന്നൊരു ദർശനത്തെ ഉൾക്കൊള്ളാനും വളരാനും കഴിഞ്ഞത്? ആ വളരാൻ കഴിഞ്ഞതിനെ കുറിച്ച് ഒരു മനുഷ്യൻ ഇത്രയും പ്രസംഗം പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യമാണ്. ആ പ്രസംഗങ്ങളൊരു പുസ്തകമായി ഇന്ന് എൻ്റെ അറിവിൽ ഒരു മോർ ദാൻ ഒരു $30,000 വിറ്റ് പോയിട്ടുണ്ട്. ഒരു 1 lakhന് മേലെ റീഡിങ് കഴിഞ്ഞിട്ടുണ്ടാവും. 1 ലക്ഷം പേരൊക്കെ ഒരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് അങ്ങനെ അതിനൊരു എല്ലാ വിഭാഗങ്ങളെയും അത് പുസ്തകം ആകർഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പുസ്തകം
അതിൻ്റെ പർപ്പസിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് DC ആയതുകൊണ്ട് നന്നായിട്ട് അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് കൂടുന്നു, ഇവിടെ ഈ പുസ്തകം ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറേ പേരെങ്കിലും അതെടുത്ത് ഒന്ന് വായിക്കും. ഇതെന്താണെന്ന് അറിയണമല്ലോ. പിന്നെ വായിച്ചു തീർക്കാൻ അത്ര അധികം സമയമൊന്നും വേണ്ട, അങ്ങനെ ക്ഷീണമൊന്നും തോന്നുമില്ല. അത് വായിച്ച് ക്ഷീണിച്ചൊന്നും ആരും പോവില്ല, വായിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് പർപ്പസ് തീർച്ചയായിട്ടും അത് സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തരം എന്താ പറയുക, ചില തെറ്റുകളും നല്ലതാണ്, മനുഷ്യനൊന്ന് ചിന്തിക്കും. ഇപ്പോൾ നമ്മളിത് വായിക്കുമ്പോഴാണല്ലോ അത് ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ചിന്തിക്കുക. അത് തെറ്റുകളും ശരിയൊക്കെ മനുഷ്യൻ്റെ ഭാഗമല്ലേ, അതുപോലെ തന്നെ പ്രസംഗത്തിലും ഉണ്ടാവും. ഞാൻ ഒരു പ്രസംഗം പറയുന്ന ആളാണ്, 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും പലപ്പോഴും പറഞ്ഞ ഉപമ പുസ്തകം തന്നെ മാറിപ്പോകാറുണ്ട്. നമ്മൾ പറഞ്ഞ സാധനവും പുസ്തകവും മാറിപ്പോകും. പക്ഷെ രണ്ടും കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇവൻ ഉദ്ദേശിച്ചത് ഇന്ന പുസ്തകമാണെന്ന്. അതൊക്കെ പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് കേരളത്തിലൊന്നും ഈ വിദ്യാഭ്യാസമുള്ളൊരു മേഖലയിൽ അതുകൊണ്ടൊരു അപകടമൊന്നും വരില്ല. അതൊക്കെ ആളുകൾ മിനിറ്റ് വെച്ച് കണ്ടുപിടിക്കും. ഇതിന് ഡാറ്റ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാം. അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നും തീർച്ചയായും. അല്ല, ഈ ആദം നീ എവിടെയാകുന്നു എന്ന ചോദ്യത്തിൽ ഈ ചോദ്യത്തിൻ്റെ ഈ ഹെഡിങ്ങിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് സാർ ചോദിച്ചല്ലോ. മനുഷ്യൻ്റെ നീതിബോധത്തെക്കുറിച്ചൊന്ന് ഉള്ളൊരു ചോദ്യമായിട്ട് എനിക്കതിന് തോന്നി. നമ്മുടെ സമകാലികമായ സാഹചര്യത്തിൽ ഈ പുസ്തകം സമകാലികമായ സാഹചര്യത്തിൽ പ്രസക്തമാകുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അതിനൊരു റീഡബിലിറ്റി ഉള്ളത്. പിന്നെ സാറ് പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ കവർ പേജിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ കവർ പേജിൽ VD സതീശനാണ് കവർ പേജ്. ആ കവർ പേജിൻ്റെ പ്രത്യേകത ഒരു VD സതീശൻ എന്ന പേര് മാത്രമാണ്. ആ പേരുള്ളത് കൊണ്ടാണ് ഈ പുസ്തകം ഇത്രയും വിറ്റഴിയുന്നതും. പുസ്തകത്തിൻ്റെ എനിക്ക് തോന്നുന്നു കവറ് പച്ച കളറായതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആദം നീ എവിടെയാണ് എന്നുള്ളത് കൊണ്ടോ പുസ്തകം ആരും വാങ്ങില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആ പേരിലാണ് ഇവിടെ ചില ആളുകൾ ഇനി വന്നത് VD സതീശനെ കാണാമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും, അല്ലേ സാറേ? ഓക്കെ, അത് അങ്ങനെ ഒരു കാര്യമാണ് ഇതിലുള്ളത്. പിന്നെ ഈ സ്റ്റാൻ സ്വാമിയെക്കുറിച്ചുള്ള കാര്യം മാം പറഞ്ഞല്ലോ. വളരെ വിമർശനപരമായി ഇദ്ദേഹം ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ എത്രത്തോളം പ്രതികരിച്ചു എന്നൊരു ചോദ്യം ടീച്ചർ ഉന്നയിച്ചതുപോലെ തന്നെ ഈ VD സതീശനും പുസ്തകത്തിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാൻ സ്വാമിയെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് എപ്പോൾ ചർച്ച ചെയ്യുന്നു, ഇപ്പോൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം പല വേദികളിലും അത് പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ നമ്മുടെ നേർക്കൊരു ചോദ്യമായിട്ടത് ഉന്നയിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ വാഗ്മയത്തിൻ്റെ ഒരു പ്രത്യേകത സമയബന്ധിതമായി അവസാനിക്കുന്ന ഒരു പരിപാടിയാണ്. തീർച്ചയായും വായനക്കാർക്ക് ഒരു പുസ്തകം ഒരു എന്താണ് ഒരു വൃഥാ വ്യായാമമല്ല എന്നൊരു കാര്യമാണ് ലിറ്റോ സാർ അവസാനം, അതുപോലെ തന്നെ ശരത്ത് അവസാനം പറഞ്ഞു വെച്ചത്. തീർച്ചയായും അതൊരു വെറും പ്രയത്നമല്ല, അതൊരു വൃഥാ വ്യായാമമല്ല. തീർച്ചയായും ദൈവത്തിൻ്റെയും സ്വന്തം മനസാക്ഷിയുടെയും മുന്നിൽ നാം എവിടെയാണ് നിൽക്കുന്നത് എന്ന ചോദ്യം തീർച്ചയായിട്ടും ആദം നീ എവിടെയാണെന്ന് പുസ്തകം ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യത്തിലേക്ക് നടന്നെടുക്കാൻ തീർച്ചയായും ഈ പുസ്തക വായനയും ഈ പുസ്തക ചർച്ചയും നമ്മെ സഹായിക്കട്ടെ. ഈ ചർച്ചയിൽ, സംവാദത്തിൽ നമ്മോടൊപ്പം പങ്കെടുത്ത് നമ്മുടെ ഈ സദസ്സിനെ സമ്പുഷ്ടമാക്കിയ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ സാറിന് വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ ശരത് BS ഒരുപാട് സ്നേഹം, നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ജീവാത്മാവും പരമാത്മാവുമായ നമ്മുടെ സ്വന്തം സെബാസ്റ്റ്യൻ മിൽട്ടൺ അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും വളരെ ആദരവോടുകൂടി അറിയിക്കുന്നു. POCയുടെ നമ്മുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് തറയിലച്ചനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടുത്തെ സംവിധാനങ്ങളിലുള്ള എല്ലാ വ്യക്തികളോടും, ഈ സദസ്യരായ ഈ പ്രൗഢമായ സദസ്സിലെ നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ സാന്നിധ്യം തന്നെ അനുഗ്രഹമാണ്, നിങ്ങളുടെ സാന്നിധ്യം തന്നെ പ്രചോദനാത്മകമാണ്. തീർച്ചയായും നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ സംവാദം ഇത്രമേൽ സമ്പന്നമാവുമായിരുന്നില്ല. നിങ്ങളുടെ സാന്നിധ്യത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമസ്കാരം.